Hello guys, welcome to Ultra Punch, the ultimate marathon of 90 plus. Yes. Hello. Yes. ക്യാമറ ഓൺ ചെയ്ത് വെച്ച എല്ലാവരും ഞാൻ വീണ്ടും വീണ്ടും യെസ് ഇവിടെ എല്ലാവരും സുഖം എല്ലാവർക്കും പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? എന്നെ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. എന്റെ നെറ്റ് തീരാറായി. അടിപൊളി. എന്താടാ ഇത്ര പെട്ടെന്ന് നെറ്റ് തീരാൻ കാരണം? ഓക്കെ. ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ജോയില ഓൺ ആർന്നല്ലോ ക്യാമറ. ദെൻ സെൽവകുമാർ, ദേവപ്രിയ, ചന്ദന, തോമസ്, വൈക, ഭാനുമതി വന്നില്ല ഇന്ന്. ആരൊക്കെ വരാത്തുണ്ട്? ചിന്മയ്, യെസ്. പെരുന്നാളായിട്ട് ലീവ് എടുത്ത് പോയവരൊക്കെ വന്നാവും. ഓക്കെ. സംഗീത്, യെസ്. അപ്പോ ഇന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇന്നലെ ചോദിച്ച അതേ ചോദ്യം. ഇന്ന് എത്ര ചാപ്റ്റർ നിങ്ങളുടെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര ചാപ്റ്ററോളം നിങ്ങൾ പഠിച്ചു തീർത്തു? 14 കഴിഞ്ഞു നിഹാലിന്റെ. അടിപൊളി. സെറ്റ്. ഒരു ദിവസം നാളെ റെസ്റ്റ് എടുക്കാല്ലേ. ഫുൾ സിലബസ് കഴിഞ്ഞു. റോട്രിക്സ് നീ എന്താ ചെയ്തത്? എന്റെ യന്ത്രന്റെ പോലെ ബുക്ക് എടുത്തിട്ട് ഇതാണോ? ഇന്നലെ 1.5 ചാപ്റ്റർ എന്ന് പറഞ്ഞവൻ ഇന്ന് 14 ചാപ്റ്റർ കഴിഞ്ഞു പറയണേ. എല്ലാവരും പോലെ തന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഐശ്വര്യ കഴിഞ്ഞോ? ഇല്ല, 4 കൂടെ ബാക്കിയുള്ളൂ. വെരി ഗുഡ്. സമയമുണ്ടല്ലേ? ദെൻ ജിഷ്ണ കഴിഞ്ഞോ? എല്ലാം പഠിച്ചു കഴിഞ്ഞോ? എന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നേ? പഠിച്ചു കഴിഞ്ഞിട്ടില്ലെന്നാണ് അർത്ഥം. വൈക എന്താക്കി? സെറ്റ്. ഒന്നും ബാക്കിയില്ല. ഫുൾ സെറ്റ്. ഇത്രേ ഉള്ളൂ. പോസിറ്റീവ് ആയിട്ട്. തോമസേ കഴിഞ്ഞോടാ? ഉറങ്ങിയ നീ കണ്ടങ്ങനെ ഉറക്കത്ത് തോന്നിട്ടില്ല. പഠിച്ച് 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 ഇറക്കം തൂങ്ങുന്നാടാ. ദെൻ ശിവാനി എന്തായി പറഞ്ഞ കാര്യങ്ങളെ? കഴിഞ്ഞിട്ടില്ല. 4 കൂടി ബാക്കിയുണ്ട്. 5 കൂടി ബാക്കിയുണ്ട്. ഓക്കെ 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 വെരി ഗുഡ്. ദെൻ ദേവപ്രിയ 15 മിനിറ്റിൽ വീട്ടിലില്ല. ഓക്കെ. ജോയല നീ എന്തായിക്കടാ? കുഴപ്പമില്ല. ചിന്മയ്, ചന്ദന, സ്റ്റെഫിൻ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. കുറച്ചുകൂടെ എന്ന് പറയുമ്പോ എത്ര ഉണ്ട് സാർ? ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി 13 കൂടി ഉള്ളൂ. അതാണോ? ഫുഡ് കഴിച്ചിട്ട് ഓക്കെ ഓക്കെ. യെസ്. നമുക്കിനി ഇവിടെ റിവിഷൻ ചെയ്യാനായിട്ട് എത്ര ചാപ്റ്റർ ബാക്കിയുണ്ട്? 9 ചാപ്റ്റർ ഉണ്ട്, 10 ഉണ്ട്, 11, 12, 13, 14, 6 ചാപ്റ്റർ കൂടി അല്ലേ? ഓക്കെ. 6 ചാപ്റ്റർ. എനിക്ക് ഒരു പേടി പോലെ ഞാൻ പൊട്ടത്തരം കാണിച്ചു മാർക്ക് കളയുമെന്ന്. ഏയ് പേടിക്കണ്ട. നമുക്ക് നമ്മ പഠിച്ച കാര്യത്തില് ഒരു ഉറപ്പില്ലായക, കോൺഫിഡൻസ് ഇല്ലായകയാണത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പൊട്ടത്തരം തന്നെ വരുന്നില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ പേടിയൊന്നും വേണ്ട. പഠിച്ചിട്ടുണ്ടോ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. പഠിക്കാത്തവർ മാത്രം പഠിച്ചാൽ മതി അല്ലേ? അതെ, അതിന്റെ ആവശ്യമുള്ളൂ. ദെൻ നമുക്കിനി ബാക്കിയുള്ളത് നമ്മുടെ 9th ചാപ്റ്ററിലെ ബെർണൂലീസ് പ്രിൻസിപ്പിൾ വെച്ചായിരുന്നു ഞാൻ നിർത്തിയായിരുന്നു അല്ലെ? 9th ചാപ്റ്റർ ബെർണൂലീസ് പ്രിൻസിപ്പിൾ അറിയാത്തവർ, അതെങ്ങനെ എഴുതേണ്ടെന്ന് അറിയാത്തവർ, ഓക്കെ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അത്ര ലെങ്തി ഒന്നല്ല. കുറച്ച് കണക്ഷൻ വെച്ച് നമുക്ക് പഠിക്കാവുന്ന ഒരു ഡെറിവേഷൻ ആണ്. ഓക്കെ. ഈസി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അപ്പോ നമുക്ക് അതിന്റെ ഡെറിവേഷനിൽ നിന്ന് തന്നെ നല്ലവണ്ണം കണക്ക് വരാൻ എടാ നിഹാല, നിനക്ക് കണക്ക് വരുന്ന എളുപ്പമായിരിക്കും. പക്ഷെ ബാക്കി എല്ലാവർക്കും തിയറി പോർഷൻ ആയിരിക്കും ഇഷ്ടം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് അപ്പൊ ടീച്ചേഴ്സിന്റെ ഒക്കെ നമ്മളിപ്പോ ഇന്റർവ്യൂ എടുക്കാൻ പോകാറുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പറയാറുള്ളത്, ടീച്ചേഴ്സിനല്ല, നമ്മൾ ഓരോ വ്യക്തികളെ ഹയർ ചെയ്യുമ്പോഴും അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സബ്ജക്ട് മാത്സ്, എന്തുകൊണ്ടാണ് മാത്സ് സബ്ജക്റ്റിനോട് ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും, എനിക്ക് തിയറി പഠിക്കുന്നത് തീരെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എന്തുകൊണ്ട് ഫിസിക്സ് എടുത്തു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഫിസിക്സിൽ ഒരുപാട് ഡെറിവേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടോ. അങ്ങനെയുള്ളവർ അത് എടുത്ത് കഴിയുമ്പോൾ അതിന്റെ അഗ്രഗണ്യന്മാരായിട്ട് മാറും. വേറെ കാര്യം. ഓക്കെ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല BSc ഫിസിക്സ്, MSc ഫിസിക്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി തിയറിയാ. ഓക്കെ. കംപ്ലീറ്റ്ലി തിയറിയാ. ഡെറിവേഷൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാ. തിയറി കണ്ട് 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 നമുക്ക് ഭ്രാന്താവും. ഓക്കെ. യെസ്. അപ്പോ കണക്ക് മാത്രമേ പഠിക്കാൻ
ബാക്കിയൊക്കെ കണക്ക് കണക്കാകുമ്പോ കറക്റ്റ് സ്റ്റെപ്പ് അങ്ങോട്ട് എഴുതി പെട്ടെന്ന് തിയറി ഇങ്ങനെ വാരി വലിച്ച് എഴുതുന്ന ഒരു മടിയല്ലടാ അല്ലേ? ശരിയാണ് ശരിയാണ്. എനിക്കിപ്പോഴും ഞാൻ പഠിച്ചാറുന്ന സമയത്തും എനിക്ക് ഡെറിവേഷൻ വരുന്നതായിരുന്നു ഇഷ്ടം. കാരണം ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, തിയറി ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട വരും. പക്ഷെ ഡെറിവേഷൻ അങ്ങനെയല്ല, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റം വരുന്നത് അതേപോലെ തന്നെ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മാർക്കും ആയി, യാതൊരു ടെൻഷനും ഇല്ല, പേടിക്കും വേണ്ട. കാര്യം ഇങ്ങനെ കിട്ടി, 4 മാർക്ക് കിട്ടി, 5 മാർക്ക് കിട്ടി. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യം. ഡെറിവേഷൻ വരുന്നത് ഏറ്റവും എളുപ്പം. എന്റെ അഭിപ്രായത്തിൽ ഡെറിവേഷൻസ് ആണ് ഏറ്റവും എളുപ്പം. ഡെറിവേഷൻസ് പ്ലസ് അതിന് താഴെയുള്ള പ്രോബ്ലംസ്. തിയറിയാണ് നമ്മളെ കുഴപ്പിക്കുക കൂടുതൽ. നമ്മൾ എഴുതുന്ന അനുസരിച്ച് മാർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതുമ്പോൾ ടീച്ചർമാരുടേതായിട്ടുള്ള ഭാഷയിൽ അവർ ചെക്ക് ചെയ്യും. അപ്പൊ അവർ 1/2 മാർക്ക് കുറയ്ക്കും, 1 മാർക്ക് കുറയ്ക്കും. ഡെറിവേഷനിൽ അങ്ങനെയല്ല. ഡെറിവേഷനിൽ നമുക്ക് മാർക്ക് കുറയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ പക്കയായിട്ട് എല്ലാ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർക്ക് ഒരിക്കലും മാർക്ക് കുറയ്ക്കാൻ പറ്റില്ല. തോന്നിയ പോലെ മാർക്ക് ഇടാനും പറ്റില്ല. അതാണ് ഈ ഡെറിവേഷന്റെയും പ്രോബ്ലത്തിന്റെയും പ്രത്യേകത. ഏറ്റവും എളുപ്പം തന്നെയാണ്, പറയാൻ ഏറ്റവും എളുപ്പം തന്നെ. ഓക്കെ, ദെൻ നമ്മുടെ ബെർണൂലിസ് പ്രിൻസിപ്പിൾ അല്ലെ. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണൂലിസ് പ്രിൻസിപ്പിൾ. അപ്പൊ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒരു പൈപ്പ് വരയ്ക്കാം. ബെർണൂലിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അപ്പോ ചിത്രം വരയ്ക്കുമ്പോൾ എന്താണ്, എച്ച് ഹൈറ്റില് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? യെസ്, എന്താണ് H1 ഹൈറ്റിൽ ഒരു പൈപ്പിന് നമ്മൾ സ്ലാൻഡ് ആയിട്ട് പോലെ വെച്ചിരിക്കുകയാണ്. H1 ഹൈറ്റിൽ ഇപ്പുറത്തെ H2 ഉണ്ട്. ദെൻ ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്, ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് P2 ആണ്. ദെൻ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് A2 ആണ്. ഓക്കെ, ദെൻ ഇതിലൂടെ വെള്ളം പോകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്, ഇതിലൂടെ വെള്ളം പോകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V2 ആണ്. ഓക്കെ, ഇന്ന് എത്ര മണി വരെയാണ് ക്ലാസ്? 9 മണി വരെടാ. ഓക്കെ, അപ്പോ നമ്മള് ഇവിടെ എന്താണ്, ഈ പൈപ്പിനുള്ളിൽ കൂടെ വെള്ളം കടത്തി വിടാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു വർക്ക് ചെയ്യണം അല്ലെ, ഒരു വർക്ക് ചെയ്യണം. ആ കൊടുക്കുന്ന വർക്ക് എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട്? അവിടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും മാറുന്നുണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജിക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. കൈനറ്റിക് എനർജി ചേഞ്ചിനും ദെൻ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടെ വർക്ക് ചെയ്യണം. ഒരു 1000 വർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 1000 വർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ദെൻ പുറത്തോട്ട് വരുമ്പോൾ അത് ചിലപ്പോ ഒരു 100 ജൂളായിട്ട് വർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ദെൻ ഈ 900 ജൂൾ എവിടെ പോയി? ആവിയിൽ പോയോ? ഇല്ല, ആവിയിൽ പോയില്ല. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കൂ? കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിനും പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് വർക്കിന്റെ ജനറൽ ഇക്വേഷൻ എഴുതണം. വർക്കിന്റെ ജനറൽ ഇക്വേഷൻ ഇവിടെ വന്ന ജനറൽ ഇക്വേഷൻ വർക്ക് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു? വർക്ക് കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിനും പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ചിനും വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ചേഞ്ച് ഇൻ വർക്ക് എന്തായിരിക്കും? ഞാനിവിടെ 1000 ജൂള് കൊടുത്തു. ദെൻ പുറത്തോട്ട് എനിക്ക് കിട്ടുന്നത് 100 ജൂളാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? W1 മൈനസ് ഇവിടെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് വന്നത് എങ്ങനെയാണ്? അത് 900 ആണ് അല്ലെ, 900 ആണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ ഈ 900 എന്നുള്ളത് എന്താക്കി പറയണം? 1000 മൈനസ് 100 അല്ലെ, W1 മൈനസ് W2 എന്ന് എഴുതണം. അല്ലാതെ W2 മൈനസ് W1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഉത്തരം മാറിപ്പോകും. അപ്പൊ ഈ വർക്ക് എന്ന് പറയുന്നത് എന്താക്കി നമ്മൾ എഴുതുന്നു? W1 മൈനസ് W2 എന്ന് എഴുതുന്നു. ഓക്കെ, വർക്ക് ഈസിക്കൽ ടു ഫോഴ്സിന് അല്ല ഇവിടെ അതല്ല. നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഫോഴ്സ് കൊടുത്തിട്ടൊന്നല്ല നമ്മളിവിടെ വെള്ളത്തിന് കയറ്റി വിടുന്നത്. ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നേ ഇല്ല. ഫോഴ്സിന്റെ ടൈമിലൊക്കെ എഴുതാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഈ കൈനറ്റിക് എനർജി ഡെൽറ്റ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് എന്ത് വരും? ഇനീഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഇക്വേഷൻ നമ്പർ 1 ആക്കി കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ആക്കി കൊടുക്കാം. ദെൻ W1 ഈസ് ഈക്വൽ ടു W1 എന്ന് പറയുന്നത് എന്താണ്? P1 V1 എന്ന് എഴുതണം. കാരണം ഇവിടെ എന്താണ്? ഇവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രഷറിന്റെ ടൈമിൽ എഴുതണം. ഓക്കെ, പ്രഷറിന്റെ ടൈമിൽ എഴുതണം. യെസ്, പ്രഷറിന്റെ ടൈമിലാണ് നമ്മൾ ഇതിനെ മാറ്റി എഴുതിയിരിക്കുന്നത്. ദെൻ എന്താണ്? W2 ഈസ് ഈക്വൽ ടു P2 V2. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ദെൻ കൈനറ്റിക് എനർജിയുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ ആണ് അല്ലെ, ഹാഫ് mv സ്ക്വയർ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ എവിടെയൊക്കെ മാസ് വന്നോ അതിന്റെ ഡെൻസിറ്റിന്റെയും വോളിയത്തിന്റെയും ടൈമിലോട്ട് മാറ്റി എഴുതണം. ഓക്കെ, മാറ്റി എഴുതണം. അപ്പോ KE1 എന്ന് പറയുന്നത് ഹാഫ്
എമ്മിന് പകരം നമ്മൾ എന്ത് എഴുതി റോ v1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4. ദെൻ നെക്സ്റ്റ് വൺ എന്താ, Ke2 അല്ലെ. ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു v2 ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ഇക്വേഷൻ നമ്പർ 5. ഇതേപോലെ തന്നെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കണം. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയും ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കണം. ഓക്കെ, ഇന്ന് എത്ര മണിയാണ് മണ്ടത്തരത്തിന്റെ മന്ദാരത്തിന്റെ ആരാണത്? ദെൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, mgh ആണ്. അപ്പോ Pe1 എന്ന് പറയുന്നത് എന്താണ്, mg എന്ന് കൊടുക്കാൻ പറ്റില്ല. എവിടെയൊക്കെ മാസം വന്നോ അവിടെയൊക്കെ നമുക്ക് ഡെൻസിറ്റിയുടെ വോളിയത്തിന്റെ ടൈമിൽ എഴുതണം. അപ്പോ എന്താണ്, റോ v1 gh1. ഓക്കെ, ദെൻ Pe2 എന്ന് പറയുന്നത് എന്താണ്, റോ v2 gh2 എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ എത്ര വരും, 6 വരും. ഇത് ഇക്വേഷൻ നമ്പർ 7 വരും. ഇക്വേഷൻ നമ്പർ 6ഉം ഇക്വേഷൻ നമ്പർ 7. ഓക്കെ, സെറ്റ്. ദെൻ എന്താണ്, നമുക്ക് ഈ കിട്ടിയതെല്ലാരും ഓക്കെ, അതായത് ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4, ഇക്വേഷൻ നമ്പർ 5, ഇക്വേഷൻ നമ്പർ 6 ആൻഡ് ഇക്വേഷൻ നമ്പർ 7 നമ്മൾക്ക് എന്തിലോട്ട് ഇട്ട് കൊടുക്കണം, ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കാം. അതായത് ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ കൈനറ്റിക് W1 W2 Ke2 Ke1 Pe2 P1 അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് കിട്ടും. എന്താണ്, W1 എന്ന് പറയുന്നത് P1 V1 മൈനസ് W2 എന്ന് പറയുന്നത് P2 V2 ഈക്വൽ ടു കൈനറ്റിക് എനർജി Ke2 എന്ന് പറയുന്നത് ഹാഫ് റോ V2 ഹോൾ സ്ക്വയർ മൈനസ് Ke1 ഹാഫ് റോ V1 സ്ക്വയർ. ദെൻ പ്ലസ് എന്താണ്, P2 എന്ന് പറയുന്നത് റോ V2 GH2 മൈനസ് റോ V2 അല്ല V1 അല്ലേ, V1 വന്നേ V1 GH1 എന്ന് വരും. H1 എന്ന് വരും. സെറ്റ്. ദെൻ ഉള്ളിലോട്ട് കയറുന്ന വെള്ളത്തിന്റെ അതേ വോളിയം തന്നെയാണ് പുറത്തോട്ട് തിരിച്ചു വരുന്നത്. അതായത് നമുക്ക് എന്ത് പറയാം, V1 എന്ന് പറയുന്നത് V2 ആണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള എല്ലാ വികളെയും എന്ത് ചെയ്യാം, വെട്ടിക്കളഞ്ഞു. ഓക്കെ, വെട്ടിക്കളഞ്ഞു. സെറ്റ്. ദെൻ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH2 മൈനസ് റോ GH1 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വരും ഇക്വേഷൻ. കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി 1ന്റെ ടേംസിനൊക്കെ ഒരുമിച്ചും 2ന്റെ ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതാം. 1ന്റെ ടേംസിനൊക്കെ ഒരുമിച്ചും 2ന്റെ ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതാം. അപ്പൊ എന്ത് വരും, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈക്വൽ ടു എന്ത് വരും, P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2. നോക്കിയേ, അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് പറയാം, നോക്കിക്കേ, P പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ എന്ന് പറയുന്നത് പ്ലസ് റോ GH1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ ബെർണൂലീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതാണ് ബെർണൂലീസ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ. എന്താണ് പറയുന്നത്, ഒരു ഫ്ലൂയിഡിലോട്ട് നമ്മളൊരു വെള്ളം കടത്തിവിടാണ്. ആ ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ എടുക്കുകയാണ്, ഒരു പോയിന്റ് എടുക്കുകയാണ്. അപ്പൊ ആ പോയിന്റിലുള്ള പ്രഷറും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയവും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയവും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ബെർണൂലീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഈ പൈപ്പിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുക്കുകയാണ്, നമ്മൾ ഈ ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, ആ ഒരു ഇൻസ്റ്റന്റിലെ പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഈ പോയിന്റിലുള്ള പ്രഷറും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ്, കൈനറ്റിക് എനർജി അല്ല, കാരണം ഹാഫ് റോ V1 സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയവും ദാൻ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയവും എന്തായിരിക്കും പറയുന്നത്, അത് V1 കൊടുക്കേണ്ട ആവശ്യമില്ല.
അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ബെർണൂലിസ് പ്രിൻസിപ്പിൾ. ഈ ബെർണൂലിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ ആണ് ആരൊക്കെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ നമ്മുടെ മാഗ്നസ് എഫക്റ്റും ടോറിസെലിസ് ലോയും എയറോഫ് ലോയിലും ഒക്കെ ബെർണൂലിസ് പ്രിൻസിപ്പിളിന്റെ എന്താണ് ആപ്ലിക്കേഷൻസ് ആണ്. ദെൻ ഇവിടെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് when water flowing in a broader pipe it enters into a narrow pipe with pressure decreases, do you agree with this statement? അതായത് ഒരു ബ്രോഡർ പൈപ്പിൽ നിന്ന് നാരോ പൈപ്പിലോട്ട് വെള്ളം പാസ് ചെയ്യുമ്പോൾ പ്രഷറിന് എന്ത് മാറ്റം വരുന്ന പറയുന്നത്? പ്രഷർ കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രഷർ കുറയും എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. കാരണം എന്താ? വലിയ പൈപ്പിൽ നിന്ന് സ്മോൾ പൈപ്പിലോട്ട് പോകുമ്പോൾ അവിടെയുള്ള വെലോസിറ്റി കൂടണം. വെലോസിറ്റി കൂടിയാൽ ഓഫ് കോഴ്സ് എന്താണ് നമുക്കറിയാം, വെലോസിറ്റി ഏരിയക്ക് എന്ത് മാറ്റം വന്നവിടെ? വെലോസിറ്റി എങ്ങനെ കൂടിയേ? ഏരിയ കുറഞ്ഞു. വെലോസിറ്റി എന്ന് പറയുന്നത് ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിയാൽ അവിടെയുള്ള പ്രഷർ കുറയും. ഞാൻ ഇന്നലെ പറഞ്ഞ മറ്റേ എക്സാമ്പിൾ, ഫ്രണ്ടിലൂടെ നമ്മുടെ ട്രെയിൻ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ഫ്രണ്ടിലുള്ള വെലോസിറ്റി കുറയും അല്ലെ? വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിയാൽ അവിടെയുള്ള പ്രഷർ കുറയും. ബാക്കിലെ പ്രഷർ കൂടുതലായിരിക്കും, ഫ്രണ്ടിലോട്ട് നമ്മൾ വീഴാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അതേ സ്കീമാണ്. ഓക്കെ, അതേ സ്കീമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബെർണൂലിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്ര മാർക്കിനായിരിക്കും? കൂടി വന്ന 5 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഡെറിവേഷൻ ആണ് നമ്മുടെ ബെർണൂലിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താ? നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണൂലിസ് പ്രിൻസിപ്പിൾ ആണ് മാഗ്നസ് എഫക്റ്റും എയറോഫോയിലും ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലെ? അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ദെൻ നമ്മുടെ ടോറിസെലിസ് ലോ നമുക്ക് നോക്കാം. ടോറിസെലിസ് ലോ എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് എഫ്ലക്സ്. ഓക്കെ, the word efflux means fluid outflow. Torricelli law states that the speed of efflux of a fluid through a small hole at depth h of an open tank is equal to the speed of a freely falling body. ഇതാണ് നമ്മൾ ടോറിസെലിസ് ലോ പറയുന്നത്. അതായത് ഒരു ഓപ്പൺ ടാങ്ക് ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ബോട്ടത്തിൽ ഒരു ഹോൾ ഇടാണ്. ഈ ഹോളിലൂടെ വെള്ളം താഴോട്ട് പാസ് ചെയ്യാണ്. ഈ പോകുന്ന വെള്ളത്തിനാണ് സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത്. ഇത് എന്തിന് തുല്യമായിരിക്കും? ഒരു വസ്തു ഫ്രീ ഫാളിലുള്ള അതിന്റെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും ഈ പോകുന്ന വെള്ളത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇതാണ് ടോറിസെലിസ് ലോ അഥവാ സ്പീഡ് ഓഫ് എഫ്ലക്സ്. ഡിറൈവ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാം. ഇതെന്താണ്? ബെർണൂലിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? ബെർണൂലിസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. അതിന് ചിത്രം വേണം. ഒരു ക്ലോസ്ഡ് ടാങ്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ക്ലോസ്ഡ് ടാങ്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ടാങ്ക് വരയ്ക്കണം. ദെൻ ഞാൻ എന്താണ് ഈ ക്ലോസ് ടാങ്കിന്റെ എൻഡിൽ ബോട്ടം ഭാഗത്ത് ഒരു ഹോൾ ഇട്ടു. ആ ഹോളിന്റെ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. ഓക്കെ, ദെൻ ഈ ടാങ്കിന്റെ മുകൾ ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത് A2 ആണ്. ഈ ഹോൾ ഇട്ടിരിക്കുന്നത് താഴെ നിന്ന് Y1 ഹൈറ്റിലാണ്. ദെൻ ഈ ടാങ്കിന്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് Y2 ആണ്. ഓക്കെ, ദെൻ ടാങ്കിന്റെ മുകളിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ആബ്സല്യൂട്ട് പ്രഷർ P ആണ്. ദെൻ ഈ ഹോളിന്റെ ഈ ഭാഗത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഓക്കെ, ദെൻ ഇതിലൂടെ താഴോട്ട് വെള്ളം പോകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V2 ആണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബെർണൂലിസ് പ്രിൻസിപ്പിളോട് അപ്ലൈ ചെയ്യാം. ബെർണൂലിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു ബെർണൂലിസ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ? P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈക്വൽ ടു എന്തായിരുന്നു? P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2. റോ GH2 ഇതായിരുന്നു നമ്മുടെ ബെർണൂലിസ് പ്രിൻസിപ്പിൾ. ഈ ഓരോ ടൈമിനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗത്തെ കാര്യങ്ങൾ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, നോക്കിക്കേ, P1 എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? P1 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ PA ക്ക് തുല്യമാണ്. ദെൻ V1 എന്ന് പറയുന്നത് ഇവിടെയുള്ള V1 എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് എഫ്ലക്സ് ആണ്, VA ആണ്. ദെൻ H1 എന്ന് പറയുന്നത് താഴെ നിന്ന് ആ ഹോൾ എത്ര ഹൈറ്റിലാണ്? അത് Y1 ഹൈറ്റിലാണ്. ദെൻ P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? P2 എന്ന് പറയുന്നത് P ക്ക് തുല്യമാണ്, ആബ്സല്യൂട്ട് പ്രഷറിന് തുല്യമാണ്. ദെൻ V2 സ്ക്വയർ എന്ന് പറയുന്നത് V1 ഓൾറെഡി ഇത് കൊടുത്തായിരുന്നു. ഈ V2 എന്ന് പറയുന്നത് എന്താണ്? മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം. നമുക്കറിയാം ഒരു വലിയൊരു ടാങ്ക് ആണ്, ഒരു 10,000-20,000 ലിറ്ററിന്റെ ഒരു ടാങ്ക്. അതിന് താഴെ ഒരു കുഞ്ഞൊരു ഹോൾ ഇട്ടു. അപ്പൊ നമുക്ക് ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന വെലോസിറ്റി, വെള്ളം ഇറങ്ങുന്നുണ്ടാകും, എന്തായാലും ഇറങ്ങും, പക്ഷെ വളരെ പയ്യായിരിക്കും ഇറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് V2 എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ സ്പീഡ് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള സ്പീഡല്ല, അതുകൊണ്ട് നമുക്കത് 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദെൻ H2 എന്ന് പറയുന്നത്
y2 തുല്യമാണ്. ആ ടാങ്കിന്റെ ഹൈറ്റ് ആണ്. ദെൻ ഈ ബെർണൂലിസ് പ്രിൻസിപ്പിളിൽ നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. P1 പകരം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നു, PA എന്ന് ഇട്ട് കൊടുക്കുന്നു. ഹാഫ് റോ V1 സ്ക്വയറിന് പകരം VE, അതായത് സ്പീഡ് ഓഫ് എഫ്ലക്സ് VE സ്ക്വയർ പ്ലസ് റോ G H1 പകരം Y1 ഈക്വൽ ടു P പ്ലസ് V സ്ക്വയർ V2 സ്ക്വയർ എന്ന് പറയുന്നത് 0 ആയി പോയത് കൊണ്ട് തന്നെ ആ ഒരു ടേം നമുക്ക് ഉപയോഗിക്കേണ്ട. ദെൻ പ്ലസ് റോ G H2 പകരം Y2 ഇട്ട് കൊടുക്കുന്നു. H2 പകരം Y2 ഇട്ട് കൊടുക്കുന്നു. ദെൻ എന്താണ്, നമുക്ക് വേണ്ടത് VE ആണല്ലേ, VE ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അതിന് മുന്നേ ഹാഫ് റോ VE സ്ക്വയർ ഈസ് ഈക്വൽ ടു P മൈനസ് PA. ഞാൻ ഈ റോ ജിനെ കോമൺലി പുറത്തെടുക്കാണ്. പ്ലസ് റോ ജി കോമൺലി പുറത്തെടുക്കുമ്പോൾ Y2 മൈനസ് Y1 എന്ന് കിട്ടും. ഓക്കെ, Y2 മൈനസ് Y1 എന്ന് കിട്ടും. ഈ എന്താണ് ഈ Y2 മൈനസ് Y1 എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം മൊത്തം ഹൈറ്റ് Y2 ആണ്, ഇവിടെ വരെയുള്ള ഹൈറ്റ് Y1 ആണ്. ഈ ബാക്കിയുള്ള ഭാഗം എന്തായിരിക്കും, H ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഹാഫ് റോ VE സ്ക്വയർ ഈസ് ഈക്വൽ ടു P മൈനസ് PA പ്ലസ് എന്ത് വരും, റോ GH എന്ന് വരും. ഓക്കെ, റോ GH എന്ന് വരും. നമുക്ക് വേണ്ടത് എന്താണ്, സ്പീഡ് ഓഫ് എഫ്ലക്സ് ആണ് അല്ലെ, നമുക്ക് വേണ്ടത് സ്പീഡ് ഓഫ് എഫ്ലക്സ് ആണ്. ഓക്കെ, യെസ്, സ്പീഡ് ഓഫ് എഫ്ലക്സ് ആണ്. അതായത് VE ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ VE മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാ ടേംസിനും അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, ഇങ്ങനെ വരും. 2 ഇൻറ്റു P മൈനസ് PA പ്ലസ് റോ GH ബൈ എന്ത് വരും, റോ എന്ന് വരും. ഓക്കെ, ബൈ റോ എന്ന് വരും. ഇതാണ് നമ്മുടെ എന്ത്, ടോറിസെലീസ് ലോ എന്ന് പറയുന്നത്. ഇനി ഇത് ഓപ്പൺ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇനി ഇത് ഓപ്പൺ ടാങ്ക് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് വരും, എന്ത് വരണം നോക്കാം. ഓപ്പൺ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ, ഓപ്പൺ ടാങ്കിന്റെ കേസില് ഈ PA എന്നുള്ളത് കണ്ടോ, ഇത് ഓപ്പൺ ടാങ്ക് ആണ്, തുറന്നിരിക്കുന്ന ടാങ്ക് ആണ്. തുറന്നിരിക്കുന്ന ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ Pക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം, അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമായിരിക്കും. ഇവിടെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമായിരിക്കും. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, ഇക്വേഷൻ VE ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും, ഈ 2 ഇൻറ്റു PA മൈനസ് PA പ്ലസ് റോ GH ഡിവൈഡഡ് ബൈ എന്ത് വരും, റോ എന്ന് വരും. അതായത് VE ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ GH ബൈ റോ എന്ന് വരും. ഈ റോയും നമുക്ക് വെട്ടിക്കളയാം. VE ഈസ് ഈക്വൽ ടു റൂട്ട് 2 GH എന്ന് വരും. ഇതല്ലേ ഒരു ബോഡി ഫ്രീ ഫാളിങ്ങിലുള്ള അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഓപ്പൺ ടാങ്കിന്റെ കേസ്. ഇതാണ് നമ്മുടെ ആര് പറയുന്നത്, ടോറിസെലീസ് ലോ പറയുന്നത്. ഇതാണ് സ്പീഡ് ഓഫ് എഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ്. ടോറിസെലീസ് ലോ പറയുന്നത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സിമ്പിളി നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഹുക്സ് ലോ പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു സോളിഡിന്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിന് അനുഭവപ്പെടുന്ന സ്ട്രെയിൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഫ്ലൂയിഡില് നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്, നമ്മളൊരു ചെറിയ സ്ട്രെസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഫ്ലൂയിഡിൽ അങ്ങനെയല്ല, വലിയ മാറ്റം വരും അല്ലെ. സോളിഡ് ചേഞ്ച് ആകുന്ന പോലെ ആയിരിക്കും ഫ്ലൂയിഡ് മാറുന്നത്. അല്ല, ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വളർന്നിരിക്കുന്ന സാധനമാണല്ലേ. ഫ്ലൂയിഡ് എന്ത് ചെയ്യും, വളരെയധികം സ്ട്രെയിൻ അനുഭവപ്പെടും. ചെറിയൊരു സ്ട്രെസ് കൊടുത്താലും വളരെയധികം സ്ട്രെയിൻ അതിന് അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പൊ ഒരിക്കലും നമുക്ക് സ്ട്രെയിൻ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കും, സ്ട്രെയിൻ റേറ്റ് എടുക്കും. പർട്ടിക്കുലർ ടൈമിലുള്ള സ്ട്രെയിൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, ഇക്വേഷൻ എങ്ങനെ വരണം, സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് എന്ന് പറയണം. ഓക്കെ, സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് എന്ന് പറയണം. ദെൻ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു എന്താണ്, കോഎഫിഷ്യന്റ് ആണ് ആര്, ഈറ്റ. അതായത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഈറ്റ ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു സ്ട്രെയിൻ റേറ്റ് വരും. ഓക്കെ, അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും, ഈറ്റ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ് വരും. സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ് വരും. സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ് വരും. പഠിച്ചു വെക്കണം. ഓക്കെ, പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഒരു ബോഡിയുടെ ഒരു ലിക്വിഡിന്റെ
വിസ്കോസിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടിയാൽ, ടെമ്പറേച്ചർ കൂടിയാൽ ഒരു എന്താണ് പറയുന്നത് ലിക്വിഡിന്റെ കേസിൽ കേട്ടോ, ലിക്വിഡിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ അതിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് മാറ്റം വരും? വിസ്കോസിറ്റി എന്ത് മാറ്റം വരും? ലിക്വിഡിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് മാറ്റം വരും? ഡിക്രീസ് ചെയ്യും. പഠിച്ചു വയ്ക്കുക, വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം. ലിക്വിഡിന്റെ കേസിലെ ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി കുറയും. എങ്കിൽ ഗ്യാസസിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് മാറ്റം വരും? ഗ്യാസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യും. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചെന്ന് വരാം. വൺ വേർഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചെന്ന് വരാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റോക്സ് ലോ ആണ്. യെസ്, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ സ്റ്റോക്സ് ലോ, ഡിറൈവ് an expression for terminal velocity. സ്റ്റോക്സ് ലോ എന്താണെന്ന് പറയണം, അതിന്റെ ഇക്വേഷൻ എഴുതണം. അതായത് ഒരു ബോഡി ഒരു ഫ്ലൂയിഡിലോട് ഇങ്ങോട്ട് വീഴാണ്, താഴോട്ട് ഇങ്ങനെ വീഴാണെന്ന് വിചാരിക്കാം. താഴോട്ട് ഇങ്ങനെ v വെലോസിറ്റിയിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് r ആണ്. ഇതിന്റെ താഴെ മുകളിലോട്ട് എന്തുണ്ടാകും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും അല്ലെ, ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും. ആ വിസ്കസ് ഫോഴ്സിനെ പറ്റി പറയുന്നതാണ് എന്ത്? നമ്മുടെ സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ഓൺ എ sphere of radius r moving with a velocity through a fluid of coefficient of viscosity theta. ഒരു ഫ്ലൂയിഡിലോട്ട് നമ്മളൊരു എന്തിടുന്നു? ഒരു വസ്തു ഇടുന്നു, ഒരു സോളിഡ് ഇടുന്നു. അതിങ്ങനെ താഴോട്ട് വരുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന മുകളിലോട്ടുള്ള വിസ്കസ് ഫോഴ്സ് ആണ് സ്റ്റോക്സ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ടൈപ്പ് വിസ്കസ് ഫോഴ്സ് ആണ്. FV is equal to 6π eta RV. ഇതാണ് സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ. സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ദെൻ നെക്സ്റ്റ് വൺ ബോയന്റ് ഫോഴ്സ്. ജസ്റ്റ് ബോയന്റ് ഫോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ബോയന്റ് ഫോഴ്സ് എന്താണെന്നുള്ളത്. എന്താണ് ബോയന്റ് ഫോഴ്സ്? ഇപ്പോ ഇതൊരു കടലാണെന്ന് വിചാരിക്കാം. ഇത് കടലാണ്. ഒരു പാത്രത്തിൽ ഞാൻ കടലിന് എടുത്തിരിക്കുന്നു. അല്ല കടല കണ്ടതിൽ വേറെ കാര്യം, ചിലപ്പോൾ കൺസെപ്റ്റ് കത്തിന്ന് വരില്ല. ഞാനൊരു പാത്രത്തില് ഒരു വെയിറ്റ് ഉള്ള ഒരു ഷിപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഈ ഷിപ്പ് ഞാനിങ്ങനെ ഇതിലോട്ടിട്ടിരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? വെള്ളത്തിലൊരു ഉയർച്ച ഉണ്ടാവും അല്ലെ. ആദ്യം ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വെള്ളം കുറച്ച് പൊന്തിയിട്ട് ഇത്രയും വരെയാവും അല്ലെ. കുറച്ച് വെള്ളം മുകളിലോട്ട് പൊന്തും. ഓഫ് കോഴ്സ് നമ്മൾ ബക്കറ്റ് നിറച്ച് വെള്ളം, പകുതി വെള്ളമുള്ള ബക്കറ്റിൽ നമ്മൾ കൈ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വെള്ളത്തിന് ഒരു റൈസ് ഉണ്ടാവും അല്ലെ. ആ വെള്ളത്തിലുള്ള ആ റൈസ് എത്ര വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തു, ആ വാട്ടർ നമ്മൾ ഇങ്ങനെ പുറത്തോട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഈ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളം മാത്രം ഇങ്ങനെ പുറത്തോട്ട് എടുക്കുകയാണ്. അത് എത്രയാണോ അതായിരിക്കും ഈ കപ്പലിന് അനുഭവപ്പെട്ട ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എത്രത്തോളം വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തു അത് നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ കപ്പലിന് വെള്ളം കൊടുത്ത ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടോ? 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ബോയിന്റ് ഫോഴ്സ് ആണ്. ബോയിന്റ് ഫോഴ്സ് ആണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞു വയ്ക്കാം. എന്തിനു വേണ്ടി പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡി എന്താണ്, ഇപ്പൊ ഒരു റെയിൻ ഡ്രോപ്പ്, ഒരു മഴത്തുള്ളി, ഒരു എയർ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ആണല്ലോ. അപ്പൊ എയറിലോട്ട് ഒരു മഴത്തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇനീഷ്യലി അതിനെന്തായിരിക്കും? താഴോട്ട് അത് വീഴണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ആരുണ്ടാകും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവില്ല. താഴോട്ട് വലിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഇനീഷ്യലി ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ റെയിൻ ഡ്രോപ്പ് വരുമ്പോൾ ആദ്യം തന്നെ വരുമ്പോൾ നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. ദെൻ ഈ എയർ എന്ന് പറയുന്നത് എന്താ? ഒരു ഫ്ലൂയിഡ് ആണ്. ഓഫ് കോഴ്സ് ഈ എയർ മുകളിലോട്ട് എന്ത് കൊടുക്കുന്നുണ്ടാകും? ഒരു ബോയന്റ് ഫോഴ്സും കൊടുക്കുന്നുണ്ടാകും, വിസ്കസ് ഡ്രാഗ് ഫോഴ്സും കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ ഏതോ ഒരു പർട്ടിക്കുലർ ടൈമിൽ വെച്ചിട്ട് ഈ ബോയന്റ് ഫോഴ്സിന്റെയും വിസ്കസ് ഡ്രാഗ് ഫോഴ്സിന്റെയും സം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് തുല്യമായിട്ട് മാറും. ആ ഒരു ടൈമിൽ ഇതൊരു വെലോസിറ്റി അറ്റൈൻ ചെയ്യും. അതിനെയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഒരു മഴത്തുള്ളി ഒരു ഫ്ലൂയിഡിലോട് ഇങ്ങോട്ട് വീഴുമ്പോൾ ഓഫ് കോഴ്സ് ഇനീഷ്യലി അതിന് വേഗത കൂടുതലായിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുക. ദെൻ ഏതൊരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് ഈ ഫ്ലൂയിഡിന് മുകളിലോട്ട് അനുഭവപ്പെടുന്ന ബോയന്റ് ഫോഴ്സും ദെൻ വിസ്കസ് ഡ്രാഗ് ഫോഴ്സും അതിന്റെ സമ്മ് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് തുല്യമായിട്ട് വരും. അപ്പോൾ ഈ ഒരു റെയിൻ ഡ്രോപ്പ് അക്വയർ ചെയ്യും, ഒരു വെലോസിറ്റി അറ്റൈൻ ചെയ്യും. ആ വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ച് കാണിച്ചു തരാം.
ഏത് കേസിലാണ്? ഫോഴ്സ്, നെറ്റ് ഫോഴ്സ്, ആ ഒരു റെയിൻ ഡ്രോപ്പും അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിട്ട് മാറും. നെറ്റ് ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ അനങ്ങില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് ആ സ്റ്റേറ്റ് തന്നെ അത് കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നെറ്റ് ഫോഴ്സ് 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിട്ട് മാറും. ആക്സലറേഷൻ 0 ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എത്രയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ വെലോസിറ്റി ആണ് ഇവിടെയുള്ള ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അതിന്റെ ഡെഫിനേഷനാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഫൈനലി വിസ്കസ് ഫോഴ്സ് പ്ലസ് ബോയന്റ് ഫോഴ്സ് ബിക്കംസ് ഈക്വൽ ടു ദ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ നെറ്റ് ഫോഴ്സ് ആൻഡ് ആക്സലറേഷൻ ബിക്കം 0. ദെൻ ദ സ്ഫിയർ then descends with a constant velocity is called terminal velocity. അപ്പൊ ടെർമിനൽ വെലോസിറ്റിയുടെ ഡെഫിനേഷൻ ആണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വായിച്ചു വെക്കാം, ഓരോന്നും ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഇതിലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഡെറിവേഷൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഡെറിവേഷനിലോട്ട് കടക്കാതെ ആ ഡെറിവേഷനുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാനായിട്ട്. അത്തരം കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ഞാൻ ഡെറിവേഷനിലോട്ട് കടക്കാണ്. ഫോഴ്സ് അപ്വേർഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡൗൺവേർഡ്. താഴോട്ടുള്ള ഫോഴ്സും മുകളിലോട്ടുള്ള ഫോഴ്സും ഈക്വൽ ആകുമ്പോഴാണ് നെറ്റ് ഫോഴ്സ് 0 ആകുന്നതും ആക്സലറേഷൻ 0 ആകുന്നതും കോൺസ്റ്റന്റ് വെലോസിറ്റി അക്വയർ ചെയ്യുന്നതും. അപ്പൊ മുകളിലോട്ടുള്ള ഫോഴ്സ് ആരൊക്കെയാണ്? വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്, ബോയന്റ് ഫോഴ്സ് ഉണ്ട്. ഈക്വൽ ടു താഴോട്ടുള്ള ഫോഴ്സ് ഏതാണ്? അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ദെൻ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 6 പൈ ഈറ്റ ആർ വി ആണ്. പ്ലസ് ബോയന്റ് ഫോഴ്സ് എന്നുള്ളത്, ബോയന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ബോയന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി. വെയിറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. ആ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിന്റെ വെയിറ്റ് ആണ് ബോയന്റ് ഫോഴ്സ് ആയിട്ട് വരാം. അപ്പൊ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. ഓഫ് കോഴ്സ് നമുക്ക് വെയിറ്റിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ് വെയിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? mg ആണ്. ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg തന്നെ. ഈക്വൽ ടു ദെൻ ഗ്രാവിറ്റേഷൻ ഫോഴ്സും എന്തായിരിക്കും? ഗ്രാവിറ്റേഷൻ ഫോഴ്സും mg തന്നെ. താഴോട്ടുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് mg തന്നെ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് പറയാം? 6 പൈ ഈറ്റ ആർ വി ഈക്വൽ ടു, ഈ ജിനെ ഞാൻ കോമൺലി പുറത്തെടുത്തു, ബോയന്റ് ഫോഴ്സ് മൈനസ് മാസ് എം മൈനസ് എം എഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ എവിടെയൊക്കെ നമ്മൾ എം കണ്ടോ ആ എമ്മിനൊക്കെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഡെൻസിറ്റിന്റെയും വോളിയത്തിന്റെയും ടൈമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ടാക്കണം. ദെൻ 6 പൈ ഈറ്റ ആർ വെലോസിറ്റി എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി ആണ്. ഈക്വൽ ടു ജി ഇൻറ്റു ഈ ഒരു റെയിൻ ഡ്രോപ്പ് ആണ്. ഈ റെയിൻ ഡ്രോപ്പിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ ആണ്. ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഈ എം ബി എന്ന് പറയുന്നത് എന്താണ്? റോ ഇൻറ്റു ഇതിന് അനുഭവപ്പെട്ട നമ്മുടെ ബോയന്റ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ റോ ഇൻറ്റു സ്ഫിയർ ആണ് 4/3 പൈ ആർ ക്യൂബ് മൈനസ് സിഗ്മ ഇൻറ്റു 4/3 ഡെൻസിറ്റി ആണ് കേട്ടോ. സിഗ്മ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, 4/3 പൈ ആർ ക്യൂബ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളോട് വെട്ടിക്കളയാം അല്ലെ? ഒരുപാട് കാര്യങ്ങളോട് വെട്ടിക്കളയാം. ആരൊക്കെ വെട്ടിക്കളയാം? 6നെ വെട്ടിക്കളയാം. ഇവിടെ വെട്ടിക്കളഞ്ഞ് 2 ആയിട്ട് മാറി. ഇവിടെ വെട്ടിക്കളഞ്ഞു ആർ ക്യൂബ് വെട്ടിക്കളഞ്ഞു. ഇവിടെയുള്ള ആർ ക്യൂബ് വെട്ടിക്കളയാം. അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ഈ സിഗ്മ കോമൺലി പുറത്തെടുത്ത് വെട്ടിക്കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുപ്പം ഇങ്ങനെ വെട്ടിക്കളയുണ്ട്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കാര്യം കോമൺലി പുറത്തെടുക്കാം. 6 ഈറ്റ ആർ വി ടി ഈക്വൽ ടു ജി ഇൻറ്റു ആരെ 4/3 പൈ ആർ ക്യൂബിനെ കോമൺലി പുറത്തെടുത്തു. റോ മൈനസ് സിഗ്മ. ഇനി നമുക്ക് ഈസിലി വെട്ടിക്കളയാം. ഒരെണ്ണം വെട്ടിക്കളയാം പോരെ? ആരൊക്കെ വെട്ടിക്കളയാം? ഇവിടെയുള്ള ആറിനെയും ആർ ക്യൂബിനെയും വെട്ടിക്കളഞ്ഞു. ദെൻ 4ന് വെട്ടിക്കളഞ്ഞു 2 ആക്കി. ദെൻ ഇവിടെ 6ന് വെട്ടിക്കളഞ്ഞു 3 ആക്കി. ഓക്കെ, ദെൻ ഈ 3 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്ത് 9 വരും. അപ്പോ ടെർമിനൽ വെലോസിറ്റി വി ടി മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള വാല്യൂസിനൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. 2r² g റോ മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ 9 ഈറ്റ വരും. ഇതാണ് നമ്മുടെ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഈ ഡെറിവേഷൻ പഠിച്ചു വയ്ക്കുക. ഇത്രേ ഉള്ളൂ. ഇത്ര സ്റ്റെപ്സ് ഉള്ളതിൽ ഈ സ്റ്റെപ്സ് ഉള്ളൂ. വീണ്ടും പറഞ്ഞ ഡെറിവേഷൻ ആയിട്ട് തോന്നാം, പക്ഷെ ഇത്ര സ്റ്റെപ്സ് അതിൽ വരുന്നുള്ളൂ. പഠിച്ചു വയ്ക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ യെസ്,
നമ്മുടെ എക്സസ് പ്രഷർ. നെക്സ്റ്റ് വൺ നമ്മുടെ എക്സസ് പ്രഷറിന്റെ ഡെറിവേഷൻ ആണ്. എപ്പോഴും എന്തായിരിക്കും, ഇതൊരു ബബിൾ ആയിട്ട് ഒരു ബബിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബബിളിന്റെ ഇൻസൈഡിലുള്ള പ്രഷറും പുറത്തെ പ്രഷറും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ബബിൾ അല്ല ലിക്വിഡ്, ലിക്വിഡ് ഡ്രോപ്പ്, ഈ ലിക്വിഡ് ഡ്രോപ്പ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ലിക്വിഡ് ഡ്രോപ്പിന്റെ അകത്തുള്ള പ്രഷറും പുറത്തുള്ള പ്രഷർ എപ്പോഴും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അകത്തായിരിക്കും എപ്പോഴും പ്രഷർ കൂടുതൽ, പുറത്തുള്ള പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അവിടെയുള്ള എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് പി ഐ മൈനസ് പി ഒ, വലുത് മൈനസ് ചെറുത്. ഇതാണ് അവിടെയുള്ള എക്സസ് പ്രഷർ, അതായത് ഡെൽറ്റ പി. ഓക്കെ, ഡെൽറ്റ പി. ഇനി ഇതിന്റെ അകത്തുള്ള പ്രഷർ കാരണം ഈ ഒരു ലിക്വിഡ് ഡ്രോപ്പ് എന്ത് ചെയ്യും, കുറച്ച് എക്സ്പാൻഡ് ചെയ്യും. എത്ര എക്സ്പാൻഡ് ചെയ്യും, ഡെൽറ്റ ആർ ഡിസ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്യും. ഡെൽറ്റ ആർ ഡിസ്റ്റൻസ് ഇത് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം, ഒരു വർക്ക് ചെയ്താൽ മാത്രമാണത് എക്സ്പാൻഡ് ചെയ്യത്തുള്ളൂ അല്ലെ. ഇപ്പൊ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്ത് പറയാം നമുക്ക്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, ഡെൽറ്റ ആർ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ ഫോഴ്സ് കണ്ടോ അതിന് പ്രഷറിന്റെ ടൈമിലോട്ട് മാറ്റി ചെയ്താ. അപ്പൊ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്ത് വരും, പ്രഷർ എക്സസ് എന്താണ്, എക്സസ് പ്രഷർ ആണ് അല്ലെ, ഡെൽറ്റ പി ഇൻറ്റു എ. നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ഫോഴ്സിന് പകരം പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കൊടുക്കാം. ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് എക്സസ് പ്രഷർ ആണ്, ഡെൽറ്റ പി എ ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് കിട്ടും. ഇതെന്താണ്, ഒരു ലിക്വിഡിനെ സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഏരിയ നമുക്ക് എന്താക്കി എടുക്കാം, ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഇൻറ്റു 4πr സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ദെൻ എന്താണ് ഇവിടെയുള്ള വർക്ക്, ഓക്കെ, ഇവിടെയുള്ള വർക്ക് സർഫസ് ഏരിയ, സർഫസ് എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ പറയാം, ദിസ് വർക്ക് ഈസ് used to increase surface energy. ഇത് മറ്റേ ഇക്വേഷൻ, വേറൊരു ഇക്വേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സർഫസ് എനർജി. ദാൻ W is equal to, നമുക്ക് ഇക്വേഷൻ എന്ന് പറയാം, W is equal to സർഫസ് എനർജി ഇൻറ്റു ഡെൽറ്റ എ എന്ന് പറയാം. ഓക്കെ, ദെൻ W is equal to S ഇൻറ്റു ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഏരിയ 4πr delta r whole square minus 4πr square. Okay, final area minus initial area. Then W is equal to S into 4π r plus delta r എന്ന് പറയുന്നത് എന്ത് ഫോമില, a plus b whole square എന്ന് പറയുന്ന ഫോമിലാണ്. r square plus 2r delta r plus delta r square minus 4πr square എന്ന് വരും. ഓക്കെ, ദാൻ ഈ 4π അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ W is equal to S ഇൻറ്റു എന്ത് വരും, 4πr സ്ക്വയർ പ്ലസ് എന്ത് വരും, 8πr ഡെൽറ്റ ആർ പ്ലസ് 4π ഡെൽറ്റ ആർ സ്ക്വയർ, ഒരു മൈനസ് 4πr സ്ക്വയർ അല്ലെ. ഇനി കുറെ ടേംസിന് വെട്ടിക്കളയാം, ഇതിനെ വെട്ടിക്കളഞ്ഞു, ഇതിനെ വെട്ടിക്കളഞ്ഞു. ഈ ഡെൽറ്റ ആർ സ്ക്വയർ എന്നുള്ളത് വളരെ ചെറുതായത് കൊണ്ട് തന്നെ നമുക്കതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. അതിനെയും നമ്മൾ എന്ത് ചെയ്തു, നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, W is equal to S 8πr ഡെൽറ്റ ആർ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തു നമ്മൾ. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം എന്താണ്, സെയിം ആണ്. ഇക്വേഷൻ നമ്പർ 1ഉം തൊട്ട് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഇങ്ങനെ പറയാം അല്ലെ, ഡെൽറ്റ പി ഇൻറ്റു, യെസ് എന്തായിരുന്നത് അത് കണക്ഷൻ പോയില്ലോ, ഡെൽറ്റ പി 4πr സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ആർ, ഡെൽറ്റ പി 4πr സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും, എസ് ഇൻറ്റു 8πr ഡെൽറ്റ ആർ എന്ന് വരും. എസ് ഇൻറ്റു 8πr ഡെൽറ്റ ആർ എന്ന് വരും. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെട്ടിക്കളയാലോ. എന്തൊക്കെ വെട്ടിക്കളയാം, 4πനെയും 8πനെയും വെട്ടിക്കളഞ്ഞ് നമുക്ക് 2 കിട്ടും. ആറും വെട്ടിക്കളഞ്ഞു, ഡെൽറ്റ ആറും വെട്ടിക്കളഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്ത് വരും, 4πr സ്ക്വയർ ഉണ്ടായിരുന്നു അല്ലേ, πr സ്ക്വയർ ഉണ്ടായിരുന്നില്ലേ, πr സ്ക്വയർ ഉണ്ടായിരുന്നു, ഒരു സ്ക്വയറും കൂടി ഉണ്ടായിരുന്നു. സ്ക്വയറല്ല വെട്ടിക്കളഞ്ഞു, ഒരു 6 വെട്ടിക്കളഞ്ഞു. പി ഈസ് ഈക്വൽ ടു ഈ 2നെ ഇവിടെയുള്ള 4നെ വെട്ടിക്കളഞ്ഞു, 8 വെട്ടിക്കളഞ്ഞു, 2s ബൈ എന്ത് വരും, 6 അപ്പുറത്തോട്ട് ഉണ്ടാവും. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 2s ബൈ
R വരും. ഇതാണ് എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ലിക്വിഡിന്റെ ആണ്. ലിക്വിഡിന്റെ എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ ആണ്. ഇത് ബബിൾ ആയിക്കോട്ടെ, ബബിളിന് എന്തുണ്ട്, രണ്ട് സർഫസ് ഉണ്ടാവും. 2 × 2s വരും. 2 × 2s വരും. അപ്പൊ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്ത് വരും, 4s/r വരും. ഇത് എന്തിന്റെയാണ്, ലിക്വിഡ് ബബിളിന്റെ ആണ്. ലിക്വിഡ് ഡ്രോപ്പ് ആണിത്, ഇത് ലിക്വിഡ് ബബിൾ ആണ്. ലിക്വിഡ് ബബിൾ ആണ്, പഠിച്ചു വെക്കാം. ഇത് പഠിച്ചു വെക്കാം. എക്സസ് പ്രഷറും പഠിച്ചു വെക്കാം. ദെൻ ലാസ്റ്റ് വൺ എന്താ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കാപ്പിലറി റൈസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ കാപ്പിലറി റൈസ്? What is the phenomenon responsible for it? Derive an expression for the height of water in tube in terms of radius of the tube and surface tension of the liquid. ഈ കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്യൂബ് നമ്മൾ ഒരു ലിക്വിഡിലോട്ട് ഇങ്ങനെ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ പുള്ളിന് അഗേൻസ്റ്റ് ആയിട്ട് ഈ വാട്ടർ മുകളിലോട്ട് റൈസ് ചെയ്യും. ഇതിനാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. When the capillary tube is dipped in a liquid, the liquid rises in the tube. This phenomenon is called capillary rise. Surface tension ആണ് ഈ കാപ്പിലറി റൈസിന് കാരണമായിട്ടുള്ളത്. ഈ കാപ്പിലറി റൈസ് എത്രത്തോളം ഈ ട്യൂബിൽ വെള്ളം ഉയർന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. ഈ മുകൾ ഭാഗത്തെ മെനിസ്കസിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്, ഒരു ലിക്വിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ലിക്വിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാണ് എങ്കിൽ അതിന്റെ അകത്തെ പ്രഷർ കൂടുതലായിരിക്കും, പുറത്തെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ എക്സസ് പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു PA മൈനസ് PO. പ്രഷർ ഇൻസൈഡ് മൈനസ് പ്രഷർ ഔട്ട്സൈഡ്. ദെൻ എന്ത് വരും, ഇതൊരു, ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ PA മൈനസ് PO എന്നുള്ളത് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം, 2s/r എന്ന് ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1. ദെൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാക്കും, ഈ ഒരു പോയിന്റിലെ പ്രഷറും എന്തായിരിക്കും, സെയിം ആയിരിക്കും. പോയിന്റ് ബിയിലെ പ്രഷറും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടോട്ട് കൊടുക്കുന്നത് ആരാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഇങ്ങോട്ട് കൊടുക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അപ്പൊ ഈ പോയിന്റ് ബിയിലും പോയിന്റ് എയിലും പ്രഷറൊക്കെ തുല്യമാണ്. ദെൻ നമുക്ക് ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും, അത് എന്തിനു തുല്യമായിരിക്കും, PA മൈനസ് PO ഈസ് ഈക്വൽ ടു H⍴g എന്ന് വരും. H⍴g എന്ന് വരും. ഈ ഹൈറ്റും അതിന്റെ ഡെൻസിറ്റിയും അതിന്റെ ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഈ ബിയിലെ പ്രഷറും എയിലെ പ്രഷറൊക്കെ തുല്യമായിരിക്കും. പഠിച്ചു വയ്ക്കാം. കാണാതെ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ദെൻ നമുക്ക് എന്ത് വരും, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈക്വൽ ആണ്. ഇക്വേഷൻ 1 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 എങ്കിൽ എന്ത് പറയാം, അതിന്റെ രണ്ടിന്റെ വാല്യൂസ് സെയിം ആണ്. അപ്പൊ നമുക്ക് H⍴g ഈക്വൽ ടു 2s/r എന്ന് വരും. H⍴g ഈസ് ഈക്വൽ ടു 2s/r എന്ന് വരും. ഈ r നമ്മൾക്ക് കണ്ടുപിടിക്കണം. r-നെ നമുക്ക് വേറെ ടേംസിലോട്ട് എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ചെറുത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു ലിക്വിഡ് ആണ്. ഈ ലിക്വിഡിന്റെ എന്ത് റേഡിയസ് ആണ് r. ഈ a എന്ന് പറയുന്നത് ആ ട്യൂബിന്റെ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, r-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. r-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, a/r എന്ന് വരും അല്ലെ, a/r എന്ന് വരും. കോസ് തീറ്റ ഈക്വൽ ടു a/r എന്ന് വരും. എങ്കിൽ r ഈസ് ഈക്വൽ ടു എന്ത് വരും, a/cos തീറ്റ എന്ന് വരും. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരും, H⍴g ഈക്വൽ ടു 2s cos തീറ്റ ബൈ a എന്ന് വരും. r-ന് പകരം ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. ദെൻ H ഈസ് ഈക്വൽ ടു 2s cos തീറ്റ ബൈ a⍴g എന്ന് വരും. ഇതാണ് കാപ്പിലറി റൈസ് ആ ഹൈറ്റിന്റെ ഇക്വേഷൻ. ഇക്വേഷൻ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. ഇതോടുകൂടി നമ്മുടെ 9th ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആംഗിൾ ഓഫ് കോൺടാക്ട് ഒക്കെ പഠിച്ചു വെക്കുക, സർഫസ് എനർജി എന്താണെന്ന് പഠിച്ചു വെക്കുക, അതിന്റെ ആപ്ലിക്കേഷൻസോ അതിന്റെ എക്സാമ്പിൾസോ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. മറക്കാതെ തന്നെ പഠിച്ചു വെക്കണം, അതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ദെൻ നമ്മുടെ എന്താണ് 10th ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റലിലോട്ട് കടക്കുമ്പോൾ വളരെ ഏതോ 1-2 എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ടെമ്പറേച്ചർ കൺവേർഷൻ. ജസ്റ്റ് എപ്പോഴും ഞാൻ ഈ സെയിം എക്സാമ്പിൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഉപയോഗിക്കാറ്. ഏതൊരു ക്ലാസ്സിലായാലും ഏതൊരു റിവിഷൻ ആയാലും ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഉപയോഗിക്കാറ്. പക്ഷെ നമ്മുടെ ഇക്വേഷൻ മാറുന്നില്ല അല്ലെ, ഇക്വേഷൻ മാറുന്നില്ല, പിന്നെ സെയിം ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. വേറെ വാല്യൂ തരാം, ഈ 98.6 ഫാരൻഹീറ്റിന് പകരം വേറെ ഏതെങ്കിലും വാല്യൂ തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ, ഇക്വേഷൻ ആണ്. അതായത് ഡിഗ്രി സെൽഷ്യസിനെ ഓർ ഡിഗ്രി ഫാരൻഹീറ്റിനൊക്കെ സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാം. എന്താണ്, ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് -32 ഡിവൈഡഡ് ബൈ 180 ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ ഡിവൈഡഡ് ബൈ
100. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് എത്ര തന്നിരിക്കുന്നത് 98.6 ആണ്. അത് കൊടുത്തു -32 ഡിവൈഡഡ് ബൈ 180 ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ഡിവൈഡഡ് ബൈ 100. ദെൻ 100ന് അപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 37 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഓക്കെ, 98.6 ഫാരൻഹീറ്റ് എന്നുള്ളത് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, പഠിച്ചു വെക്കാം. ദെൻ എന്താണ് വാട്ട് ഈസ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് റൈറ്റ് ഇക്വേഷൻ ഫോർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, എന്താണ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഒരു വസ്തു ലീനിയർലി എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു ഇരുമ്പ് റോഡ് എടുത്തു, ആ ഇരുമ്പ് റോഡ് നമ്മൾ ചൂടാക്കി, കുറച്ച് എന്ത് സംഭവിക്കുന്നതിന് അതിന് എക്സ്പാൻഷൻ സംഭവിക്കും. അതിന്റെ ഒറിജിനൽ ലെങ്ത്തിൽ നിന്ന് വേറൊരു പുതിയ ലെങ്ത്തിലോട്ട് ഇത് മാറിയിട്ടുണ്ടാവും. അതാണ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നു. ദെൻ ഈ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്താണ് ആൽഫ എല്ലിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ ഇക്വേഷൻ. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ? അത് 1:2:3 ആണ്. Then derive the relation connecting linear expansion area expansion and volume expansion. Okay, അപ്പോൾ അതിന്റെ ഡെറിവേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അതിന് വേണ്ടി സൗണ്ട് പോയി. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കുറേ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സൗണ്ട് ഇടയിൽ വെച്ച് കട്ടായി, സൗണ്ട് വരുന്നില്ല. Yes, എന്താ പറയുന്നത്? Consider cube of length L. Due to the increase in temperature delta T, length of cube is increased by delta L in all direction. നമ്മൾ ഒരു L ലെങ്ത് ഉള്ള ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആ ഒരു ക്യൂബിന്റെ ഒരു സൈഡിലെ ലെങ്ത് L എന്നുള്ളത് ഡെൽറ്റ L ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് മാറ്റം വരും? അതിന് വേണ്ടിയിട്ട് അതായത് L എന്നുള്ളത് L പ്ലസ് ഡെൽറ്റ L ആയിട്ട് മാറുന്നു. ആ ക്യൂബിന്റെ വൺ സൈഡിന്റെ ലെങ്ത് നമുക്ക് ആൽഫ എൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആയി ഇക്വേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ആൽഫ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ഇൻക്രീസ് ഇൻ ബേസ് ഏരിയ. ഇൻക്രീസ് ഇൻ ബേസ് ഏരിയ ഓഫ് ദ cube. Okay, increase in area of the base area of the cube. Okay, ഏരിയക്ക് എന്ത് മാറ്റമാ വരിക? നമുക്കറിയാം ഒരു ക്യൂബിന്റെ ഒരു സൈഡിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് എ സ്ക്വയർ ആണ്. അപ്പൊ ഇൻക്രീസ് ഇൻ ഏരിയ നമുക്ക് ഡെൽറ്റ എ എന്ത് കിട്ടും? ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇക്വേഷൻ നമ്പർ 2 ആണ്. ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ഫൈനൽ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ഒരു സൈഡ് എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ്. അപ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ ഓൾ സ്ക്വയർ, ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്, മൈനസ് ഇനീഷ്യൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എൽ സ്ക്വയർ ആണ്. ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3. ഈ എൽ പ്ലസ് ഡെൽറ്റ എൽ ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ടൈമിൽ കിടക്കുന്നത് അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വരും? ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് 2l ഡെൽറ്റ എൽ പ്ലസ് എന്ത് വരും? ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 4. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെട്ടിക്കളയാലേ. എൽ സ്ക്വയറിനെയും വെട്ടിക്കളഞ്ഞു. ഈ ഡെൽറ്റ എൽ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 0.2 വാല്യൂവിനെ പിന്നെയും സ്ക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ചെറുതാവുള്ളൂ, 0.04 വരും അല്ല, പിന്നെയും ചെറുതാവുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു 2l ഡെൽറ്റ എൽ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5. ഇനി ആൽഫ എ ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കണം. ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ ഒക്കെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇവിടെ ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി ആണ്. ഇക്വേഷൻ നമ്പർ 6. ദെൻ ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? 12 ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് ഒരു സൈഡിന്റെ ഏരിയ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി. ഇക്വേഷൻ നമ്പർ 7. ദെൻ ആൽഫ എ ഈസ് ഈക്വൽ ടു ഈ 2വിനെ നമ്മൾ പുറത്തെടുക്കുന്നു. ഈ 2വിനെ നമ്മൾ എല്ലും സ്ക്വയറും വെട്ടിക്കളഞ്ഞ്
ദെൻ 2 നമ്മൾ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി എന്ന് വരും ഇക്വേഷൻ നമ്പർ 8. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ മോഡലിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആൽഫ എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്താണ്? ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 9 ആണ്. ഓക്കെ, ഒരു ഇത് കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് വൺ എന്താ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ വോളിയം എക്സ്പാൻഷൻ ആണ്. വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ വോളിയം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഓക്കെ, ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഓക്കെ, ഇനീഷ്യൽ വോളിയം. ദെൻ എന്ത് കിട്ടും? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വോളിയം എന്ന് പറയുന്നത് എന്താണ്? എൽ ക്യൂബ് ആണ് അല്ലെ. അപ്പോ ഒരു സൈഡിന്റെ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ഓൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ് വരും. ഇക്വേഷൻ നമ്പർ 10 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 11 ആയിട്ട് എടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 11 ആയിട്ട് എടുക്കുന്നു. ദെൻ എൽ പ്ലസ് ഡെൽറ്റ എൽ ഓൾ ക്യൂബിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ അറിയണം. എങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും? ഈസി എക്സ്പാൻഷൻ. ഓക്കെ, എന്ത് വരും? ഡെൽറ്റ വി ഈക്വൽ ടു എൽ ക്യൂബ് പ്ലസ് 3L സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് 3L ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ് മൈനസ് എൽ ക്യൂബ് എന്ന് വരും. ഇക്വേഷൻ നമ്പർ 12. ഇക്വേഷൻ നമ്പർ 12. ദെൻ നമുക്ക് കുറെ കാര്യങ്ങൾ വെട്ടിക്കളയാം. ആരൊക്കെ വെട്ടിക്കളയാം? എൽ ക്യൂബിനെയും വെട്ടിക്കളഞ്ഞു. ദെൻ ഡെൽറ്റ എൽ സ്ക്വയർ പിന്നെ വെട്ടിക്കളയാം, ഇതും വെട്ടിക്കളയാം. നമുക്ക് ഡെൽറ്റ വി ഈക്വൽ ടു 3L സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് കിട്ടും. 3L സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 13. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി ആണ്. ഇക്വേഷൻ നമ്പർ 14. ദെൻ ആൽഫ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വിക്ക് പകരം 3L സ്ക്വയർ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ക്യൂബ് ഡെൽറ്റ ടി എന്ന് വരും. ഈ എൽ സ്ക്വയറും ക്യൂബും വെട്ടി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ വി ഈസ് ഈക്വൽ ടു ഇത് മൊത്തത്തിൽ ആൽഫ എൽ ആണ്, 3 ആൽഫ എൽ എന്ന് കിട്ടും. അപ്പോ നമുക്ക് എന്ത് കിട്ടി? ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ വി എന്ന് പറഞ്ഞാൽ 1:2:3 ആണ്. ഇതാണ് അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം. ഓക്കെ, പഠിച്ചു വെക്കണം. ദെൻ നെക്സ്റ്റ് വൺ എന്താ? അപ്ഡേറ്റഡ് PDF തന്നെ സേവ് അടിച്ചില്ല. കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായി. ക്വസ്റ്റ്യൻ ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ, എന്താണ്? എ സ്മോൾ സ്പേസ് ഇസ് ലെഫ്റ്റ് ബിറ്റ്വീൻ 2 റെയിൽസ് ഓൺ റെയിൽവേ ട്രാക്ക്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പറഞ്ഞ പോലെ. അതായത് എപ്പോഴും റെയിൽവേ ട്രാക്ക് പണിയുമ്പോൾ ചെറിയൊരു സ്പേസ് അതിനിടയിൽ ബാക്കി വെക്കും. കാരണം എന്താ? കോഴ്സ് ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ ചേഞ്ച് വരും. ടെമ്പറേച്ചർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ലീനിയർ എക്സ്പാൻഷൻ സംഭവിക്കും. അപ്പോൾ ഗ്യാപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? റെയിൽവേ ട്രാക്ക് ബെൻഡ് ചെയ്ത് വരും. റെയിൽവേ ട്രാക്ക് ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീ റെയിലിങ്ങും പാളതെറ്റലും ഒക്കെ പരിപാടികളൊക്കെ സംഭവിക്കും. ഓക്കെ, അതുകൊണ്ടാണ് റെയിൽവേ ട്രാക്ക് പണിയുമ്പോൾ അതിന് ട്രാക്കിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ഇടുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ എന്താണ്? ഇതേപോലെ തന്നെ ചോദ്യം കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. ചോദ്യം കാണുന്നില്ല, കുഴപ്പമില്ല. ഈ പെൻഡുലം ക്ലോക്കിന്റെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇൻവാർ ആണ്. ഇൻവാർ ആണ് ഉപയോഗിക്കുന്നത്. കാരണം അതിന് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ പെൻഡുലം ക്ലോക്കിലെ അതിന്റെ ടിക് ടിക് അടിക്കുന്ന ആ ഒരു പെൻഡുലം, ആ പെൻഡുലത്തിന്റെ ലെങ്ത്തിന് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടൈം പീരീഡിൽ മാറ്റം വരും അല്ല. ഒരു ക്ലോക്കിന്റെ ടൈം പീരീഡിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടൈം തെറ്റിപ്പോകും. അപ്പൊ ഇൻവാർ എന്ന് പറയുന്ന ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യില്ല? എനിക്ക് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ വളരെ കുറവാണ്. ലെങ്ത്തിന് യാതൊരു മാറ്റവും വരില്ല, അങ്ങനെ പെട്ടെന്ന് യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇൻവാർ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചെന്ന് വരാട്ടോ. ദെൻ അടുത്ത ചോദ്യം എന്താ? ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് ഗിവൺ മാസ് ഓഫ് വാട്ടർ വിത്ത് ടെമ്പറേച്ചർ 0 degree Celsius. In the graph, mark the temperature at which water has maximum density. ഡെൻസിറ്റിയുടെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Then, based on a graph, explain how lake freezes from top to bottom rather than bottom to top. എന്തുകൊണ്ടാണ് എപ്പോഴും ഈ അന്റാർട്ടിക്കയിലൊക്കെ മുകളിൽ നിന്ന് ഫ്രീസ് ചെയ്ത് വരുന്നത്, താഴെ നിന്ന് ഫ്രീസ് ചെയ്ത് മുകളിലോട്ട് പോകാതെ മുകളിൽ നിന്ന് താഴോട്ട് ഫ്രീസ് ചെയ്ത് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ്.
വാട്ടറിന് മറ്റുള്ള ലിക്വിഡുകളെ പോലെയല്ല, വാട്ടറിന് ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ട്. അതായത് മറ്റുള്ള ലിക്വിഡ് എന്ത് ചെയ്യാം, ജനറലി അതായത് ടെമ്പറേച്ചർ കൂട്ടും തോറും വോളിയത്തിൽ എന്ത് മാറ്റം വരും, അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് വരാം. പക്ഷെ വാട്ടറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കും തോറും 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന്റെ വോളിയം ഡിക്രീസ് ആണ് ചെയ്യുക. അങ്ങനെ വോളിയം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡെൻസിറ്റി സിക്കൽ മാസ് ബൈ വോളിയം ആണ്. വോളിയം കുറഞ്ഞാൽ ഡെൻസിറ്റി അപ്പുറത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 0 മുതൽ 4 വരെ ആ ഒരു ടെമ്പറേച്ചറിൽ എന്തായിരിക്കും, വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും, മിനിമം വോളിയം ആയിരിക്കും. ഇതാണ് വാട്ടറിന്റെ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, വോളിയത്തിന് മിനിമം വോളിയം ആയിരിക്കും, ദെൻ മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും എന്ത്, 4 ഡിഗ്രി സെൽഷ്യസിൽ. അത് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞതാണ്. നമ്മൾ ടെമ്പറേച്ചർ വോളിയം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോക്കിക്കേ, ടെമ്പറേച്ചർ കൂടും തോറും ടെമ്പറേച്ചർ 4 എത്തിയപ്പോ അതിന്റെ വോളിയം കുറഞ്ഞ് ലീസ്റ്റ് ആയി. ദെൻ 4 കഴിഞ്ഞതിന് ശേഷം അത് വോളിയം സാധാരണ ലിക്വിഡുകളെ പോലെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. ദെൻ ടെമ്പറേച്ചർ ഡെൻസിറ്റി ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, 4 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമ്മൾ ഡെൻസിറ്റി കൂടി മാക്സിമം എത്തി. 4 കഴിഞ്ഞപ്പോൾ ഡെൻസിറ്റി സാധാ പോലെ തന്നെ താഴോട്ട് കുറഞ്ഞു പോയി. ഓക്കെ, ഇതാണ് ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ദെൻ എന്തുകൊണ്ടാണ് വാട്ടർ ബോഡിക്ക് വ്യത്യാസം വരുന്നത്, ഞാൻ എപ്പോഴും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്ന അതേ എക്സാമ്പിൾ വീണ്ടും പറയുന്നു, ഇനി പറയാൻ പറ്റില്ല, അവസാന അവസരമല്ലേ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു. എന്താണ്, ഞാനൊരു ലേക്ക് കൺസിഡർ ചെയ്യാണ്. ലേക്ക് കൺസിഡർ ചെയ്യാണ്, ആ ലേക്കിൽ ഇത്രയും വരെ വെള്ളമുണ്ട്. ദെൻ പുറമെ ഉള്ള ടെമ്പറേച്ചർ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോ ഈ വാട്ടറിന്റെ ടോപ്പിലുള്ള ടെമ്പറേച്ചർ എന്തായിരിക്കും, 4 ഡിഗ്രി സെൽഷ്യസ് തന്നെ. ഈ 4 ഡിഗ്രി സെൽഷ്യസ് താഴോട്ട് പോകും, താഴെയുള്ള വെള്ളത്തിന്റെ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 4 തന്നെ ആയിട്ട് മാറി. ഓക്കെ, ദെൻ ഈ ടെമ്പറേച്ചർ കുറഞ്ഞു വരാണ്, 3 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറഞ്ഞു. ഓക്കെ, 3 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറഞ്ഞു. അപ്പോ സർഫസിലുള്ള ടെമ്പറേച്ചർ എന്തായിട്ട് മാറും, സർഫസിലുള്ളതും എന്തായിട്ട് കുറയും, 3 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയും. പക്ഷെ 3 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനാണോ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനാണോ കൂടുതൽ ഡെൻസിറ്റി? നമുക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനാണ് കൂടുതൽ ഡെൻസിറ്റി. ഡെൻസിറ്റി കൂടുതലുള്ളവനായിരിക്കും എപ്പോഴും താഴെ നിൽക്കുന്നത്. അപ്പൊ 4 ഡിഗ്രി താഴെ തന്നെ തങ്ങി നിൽക്കും. ദെൻ ഈ ടെമ്പറേച്ചർ കുറഞ്ഞ് ആരായിട്ട് മാറി, 0 ഡിഗ്രി സെൽഷ്യസ് എത്തി. സർഫസും എന്തായിട്ട് മാറും, 0 ഡിഗ്രി സെൽഷ്യസ് ആകും. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫ്രീസിംഗ് പോയിന്റ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനാണോ 4 ഡിഗ്രിയിലുള്ളതിനാണ് ഡെൻസിറ്റി കൂടുതൽ? ഓഫ് കോഴ്സ് 4 ഡിഗ്രിയിലുള്ളതാണ്. അപ്പോൾ 4 ഡിഗ്രി ഉള്ളത് താഴെ തന്നെ നിൽക്കും. 0 ഡിഗ്രിയുള്ള വാട്ടർ എന്ത് ചെയ്യും, അത് ഫ്രീസ് ചെയ്ത് തുടങ്ങും. ടോപ്പ് ഭാഗം അതിന്റെ ഫ്രീസ് ചെയ്ത് തുടങ്ങും. മുകൾ ഭാഗം ഫ്രീസായി താഴോട്ട് വരിക. മുകൾ ഭാഗം ഫ്രീസായി താഴോട്ട് വരും. ഇതാണ് എന്ത്, എപ്പോഴും ടോപ്പ് ഭാഗം വാട്ടറിന്റെ ഫ്രീസ് ആക്കുന്നതും ബോട്ടം ഭാഗം പെട്ടെന്ന് ഫ്രീസ് ആക്കാത്തതും ആ ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കാം. എന്നല്ലെങ്കിൽ ഈ മീനുകൾക്കൊക്കെ അന്റാർട്ടിക്കയിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. അപ്പൊ അതിങ്ങനെയാണ്, ഇതാണ് എന്റെ പിന്നിലെ ഫിസിക്സ്, അത് എഴുതി വെക്കാം അങ്ങോട്ട്. ഓക്കെ, ദെൻ എന്താണ്, ഡിഫൈൻ ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിന്റെ ഇപ്പൊ 1 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിന്റെ ഇക്വേഷനും യൂണിറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പഠിച്ചു വയ്ക്കാം. ഇതേപോലെ തന്നെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മൊളാലും നമുക്ക് പഠിച്ചു വയ്ക്കാം. ദെൻ എന്താണ് ഡിഫൈൻ ലാറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി. ലാറ്റന്റ് ഹീറ്റ് എന്താണ്, ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഫേസ് ചേഞ്ചിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാനായിട്ട് എത്ര ഹീറ്റ് ആവശ്യമുണ്ട്, ലിക്വിഡിനെ വേപ്പർ ആക്കി മാറ്റാൻ എത്ര ഹീറ്റ് ആവശ്യമുണ്ട്, അതാണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താഴെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് അല്ലെ, താഴെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. എന്താണ്, 0.3 kg of ice melts completely by absorbing 10⁵ joule of heat. ഓക്കെ, അതായത് ലാറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് L = Q/m ആണ്. L = Q/m ആണ്. അതായത് ഇവിടെ Q തന്നിട്ടുണ്ട്, ഹീറ്റ് തന്നിട്ടുണ്ട്, 10⁵ ഡിവൈഡഡ് ബൈ 0.3 ചെയ്തു വരുമ്പോൾ 3.3 × 10⁵ ജൂൾ പെർ kg എന്ന് വരും. ഓക്കെ, ജൂൾ പെർ kg എന്ന് വരും. പഠിച്ചു വെക്കുക. ഓക്കെ, പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ചോദ്യം എന്താ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ്
വേപ്പറൈസേഷൻ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് ലിക്വിഡ് ഫേസ് സ്റ്റേജിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ടുള്ള ഒരു ഗ്രാഫ് പഠിക്കാനുണ്ട്, ഫേസ് ചേഞ്ചിന്റെ ഗ്രാഫ്. ആ ഗ്രാഫ് ഒക്കെ നോക്കി വെക്കാം കേട്ടോ. ദെൻ എന്താണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിക്വയർഡ് ഫോർ ലിക്വിഡ് ഗ്യാസ് സ്റ്റേജ്. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, LV എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വൈ ബേൺസ് ഫ്രം സ്റ്റീം ആർ യൂഷ്വലി മോർ സീരിയസ് ദാൻ ദോസ് ഫ്രം ബോയിലിംഗ് വാട്ടർ. ചൂടുള്ള വെള്ളത്തിനേക്കാളും കൂടുതൽ പൊള്ളലേൽക്കുന്നത് സ്റ്റീം കൊള്ളുമ്പോഴായിരിക്കും. കാരണം എന്താ? നമുക്കറിയാം ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ബോയിലിംഗ് വാട്ടർ. ഓക്കെ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് വെള്ളത്തിന്റെ കൂടുതൽ, അതുകൊണ്ട് എപ്പോഴും ആവി ഏൽക്കുന്നതായിരിക്കും കൂടുതൽ പൊള്ളലേൽക്കുക. ആ ഒരു കാര്യം കൺസെപ്റ്റ് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വേണം എന്താണ് സബ്ലിമേഷൻ. ഓക്കെ, വാട്ട് ഈസ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കണം. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്രൈ ഐസ്, അയഡിൻ, ക്യാംഫർ, പാറ്റാഗുളിക ഒക്കെ പറയാം. പാറ്റാഗുളിക, കർപ്പൂരം ഒക്കെ പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഒരു മലയുടെ മുകളിൽ പോയിട്ട് കുക്കിംഗ് ഈസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്കിംഗ് ഈസി അല്ല, ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? ഉയരം കൂടുന്തോറും പ്രഷറിന് എന്ത് മാറ്റം വരും? ഉയരം കൂടിയാൽ പ്രഷർ കുറയും, ബോയിലിംഗ് പോയിന്റും കുറയും. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും? അവിടെ പ്രഷർ കുക്കർ ഉപയോഗിക്കും. പ്രഷർ കുക്കർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ പ്രഷർ കൂടുതലായിരിക്കും, അപ്പൊ കുക്കിംഗ് ഈസി ആകും. ഒരിക്കലും കുക്കിംഗ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോസിബിൾ അല്ല, നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രഷർ കുറവാണ്, പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റും കുറയും. ആ ഒരു കേസൊക്കെ പഠിച്ചു വെക്കുക, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ദെൻ അടുത്തത് എന്താ? യെസ്, heat energy is transferred from one body to another due to temperature difference. What are the different modes of heat transfer? Heat transferന്റെ ഡിഫറെന്റ് മോഡ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഡിഫറെന്റ് മോഡ്സ്? ഏതൊക്കെയാണ്? അത് നമ്മുടെ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഈ മൂന്നെണ്ണമാണ് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഡിഫറെന്റ് മോഡുകൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കണ്ടക്ഷൻ എങ്ങനെ പോസിബിൾ ആകാം? ഇപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ പിടിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മളൊരു തീയിലിങ്ങനെ വെള്ളം ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ചൂടാക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ആ ചൂട് കയറി നമ്മുടെ കൈ പൊള്ളൂ അല്ലെ? ഈ ഒരു സംഭവം, ഈ പാത്രത്തിന്റെ ഇവിടെ നിന്ന് ഹീറ്റ് കയറി ഇങ്ങനെ വരുന്നു. ദെൻ നമ്മള് ഇതിന്റെ ആവി കൊള്ളില്ലേ? എനിക്ക് വെള്ളത്തിൽ നമ്മൾ ആവി കൊള്ളാണ്, ചൂട് വരുന്നുണ്ട്. അവിടെ എന്താ? എയറിലൂടെയാണ് ആ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് അല്ലെ? എയർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡാണ്. ഒരു ഫ്ലൂയിഡിലൂടെ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എന്ത്? നമ്മുടെ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ. കൺവെക്ഷൻ ഒരു മീഡിയം ആവശ്യമാണ്. ഓക്കെ, കണ്ടക്ഷൻ ഒരു മീഡിയം ആവശ്യമാണ്, സോളിഡ് മീഡിയം ആവശ്യമാണ്, ടച്ച് ആവശ്യമാണ്, ദെൻ കൺവെക്ഷൻ ഒരു മീഡിയം ആവശ്യമാണ്. പക്ഷെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. റേഡിയേഷൻ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു മീഡിയത്തിന്റെ ആവശ്യമില്ല. സൂര്യനിൽ നിന്ന് വെയിൽ വരുന്നത്, ചൂട് വരുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരുന്നത് എന്താണ്? അത് റേഡിയേഷൻ ആണ്. 3 ടൈപ്പ് ഓഫ് എന്തുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ദെൻ തെർമൽ കണ്ടക്ടിവിറ്റിക്ക് മുന്നേ ഒരു കാര്യം പറയാം. സീ ബ്രീസും ലാൻഡ് ബ്രീസും നിങ്ങൾക്കറിയാം. ഓക്കെ, എന്താണ് സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? കടലിൽ നിന്ന് കാറ്റ് വരുന്നത് അല്ലെ? കടലിൽ നിന്ന് കാറ്റ് ഇങ്ങോട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് കടലിൽ നിന്ന് കാറ്റ് വരാൻ കാരണം? പകൽ സമയങ്ങളിൽ ഈ സാൻഡ്, കടലിന്റെ അപ്പുറത്തുള്ള സാൻഡ് എന്തായിരിക്കും? പെട്ടെന്ന് ചൂടാവും അല്ലെ? വാട്ടർ അങ്ങനെ പെട്ടെന്ന് ചൂടാവില്ല. വാട്ടറിന് എന്ത് കൂടുതലാ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതല, പെട്ടെന്ന് ചൂടാവില്ല. ലാൻഡ് പെട്ടെന്ന് ചൂടാവും. ലാൻഡ് പെട്ടെന്ന് ചൂടാകുമ്പോൾ ലാൻഡിന്റെ മുകളിലുള്ള എയർ എന്താവും? ഡെൻസിറ്റി കുറയും, അതിന്റെ പ്രഷർ കുറയും. ഓക്കെ, പ്രഷർ കുറഞ്ഞിട്ട് അതിന് മുകളിലോട്ട് പൊന്തിക്കും. പക്ഷെ വാട്ടറിന് മുകളിലുള്ള പ്രഷർ കൂടുതലായിരിക്കും. ഇപ്പൊ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലോട്ട് ഒരു കാറ്റടിക്കും. ഓക്കെ, കാറ്റ് വീശും. അതാണ് സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ. ലാൻഡ് ബ്രീസിന് നേരെ തല തിരിച്ച്. രാത്രി സമയങ്ങളിൽ എന്തായിരിക്കും? വെള്ളം പെട്ടെന്ന് തണുക്കില്ല, വെള്ളം ചൂടായിട്ട് നിൽക്കും, ലാൻഡ് പെട്ടെന്ന് തണുക്കും. അപ്പൊ ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും, അവിടെ പ്രഷർ കുറവായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് കാറ്റ് വീശും. സിമ്പിൾ ആയിട്ട് ഇത്ര ഉള്ള അതിന്റെ കൺസെപ്റ്റ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ഇത്രയുള്ള കൺസെപ്റ്റ്. ഓക്കെ, ദെൻ എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? അതിന്റെ യൂണിറ്റ് ഒക്കെ ചോദിച്ചെന്ന് വരാം കേട്ടോ. തെർമൽ കണ്ടക്ടിവിറ്റിയും അതിന്റെ യൂണിറ്റ് ഒക്കെ എക്സാമിന് ചോദിച്ചെന്ന് വരാം. അത് പഠിച്ചു വെക്കണം. ഓക്കെ, അത് പഠിച്ചു വെക്കണം. യെസ്, അതായത് ഹീറ്റ് എന്ന് പറയുന്നത് ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഹീറ്റ് എന്ന് പറയുന്നത് പിന്നെ ടെമ്പറേച്ചർ ചേഞ്ചിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഹീറ്റ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് 3 ഒരുമിച്ച് ചെയ്താണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ഡെൽറ്റ ടി ബൈ
എല്ലാം ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഏരിയക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഏരിയക്ക് ടെമ്പറേച്ചർ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പഠിച്ചു വെക്കാം. ദെൻ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരും. അതാണ് എന്ത് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എ ഡെൽറ്റ ടി ബൈ എൽ. എച്ച് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. എച്ചിന്റെ ഇക്വേഷൻ, എച്ചിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ക്യൂ ബൈ ടി ആണ് അല്ലെ. അപ്പോ ജൂൾ പെർ സെക്കൻഡ് വരും. ജൂൾ പെർ സെക്കൻഡ് വരും, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ ടൈം. ജൂൾ പെർ സെക്കൻഡ് വരും ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കെ ഈസ് ഈക്വൽ ടു എച്ച് എൽ ബൈ ഇക്വേഷൻ നമ്മൾ തിരുത്തിയിരുന്നു, ഡെൽറ്റ ടി എ ഡെൽറ്റ ടി. ഓക്കെ, എ ഡെൽറ്റ ടി വരും. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? എച്ചിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ജൂൾ പെർ സെക്കൻഡ് ആണ്. എല്ലിന്റെ യൂണിറ്റ് മീറ്റർ ആണ് നമുക്കറിയാം. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അതിന്റെ യൂണിറ്റ് ടെമ്പറേച്ചർ കോഫിഷ്യൻ കെ ഇട്ട് കൊടുത്തു. ദെൻ സ്ക്വയർ റൂട്ട് ബൈ എം റൂട്ട് ബൈ. അപ്പൊ നമുക്ക് ഇത് എഴുതുമ്പോൾ എന്ത് വരും? ജെ എസ് റൈസ് ടു -1, എം റൈസ് ടു -1, കെ റൈസ് ടു -1. ഇതാണ് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്താ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ബോഡി ആൻഡ് സറൗണ്ടിങ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് നെഗറ്റീവ് ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിന് ബേസ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ആണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കഴിഞ്ഞ റിവിഷനിൽ ഞാൻ ഈ ഒരു തന്നായിരുന്നു. ഇത് വരാൻ ചാൻസ് കുറവാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ടഫായി വന്നാൽ മാത്രമേ ഈ ഒരു ചോദ്യം ചോദിക്കാറുള്ളൂ. സാധാരണ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എങ്കിലും ജസ്റ്റ് ഞാൻ പറയുന്നു, നമ്മൾ എല്ലാ വഴികളിലൂടെ സഞ്ചരിക്കണമല്ലോ. ഓക്കെ, എന്താണ്? എ പാൻ ഫിൽഡ് വിത്ത് ഹോട്ട് ഫുഡ് കൂൾസ് ഫ്രം 94 degrees Celsius to 86 degrees Celsius in 2 minutes. When the room temperature is 20 degree, how long it take to cool from 71 degrees Celsius to 69 degree? അതായത് ഒരു പാത്രത്തിൽ ഫുഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ പാത്രത്തിൽ ഫുഡിന്റെ ടെമ്പറേച്ചർ 94 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 2 മിനിറ്റിനുള്ളിൽ അത് 86 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറഞ്ഞു. ദെൻ റൂം ടെമ്പറേച്ചറിൽ 71 ഡിഗ്രി ആയിരുന്ന ഇതിന്റെ ചൂട് 69 ഡിഗ്രി ആകാൻ എത്ര സമയം എടുത്തു എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് dt2 by dt is equal to kt2 minus t1 ആണ്. ഇത് കൂളിംഗ് കോൺസ്റ്റന്റ് ആണ്. K എന്ന് പറയുന്നത് കൂളിംഗ് കോൺസ്റ്റന്റ് ആണ്, തെർമൽ കണ്ടക്ടിവിറ്റി അല്ല. കൂളിംഗ് കോൺസ്റ്റന്റ് ആണ്, തെർമൽ കണ്ടക്ടിവിറ്റി അല്ല ഈ ഒരു പ്രോബ്ലത്തിൽ. അപ്പൊ നമുക്ക് രണ്ട് കേസ് ആയിട്ട് എടുക്കാം. ആദ്യം നമുക്ക് കൂളിംഗ് കോൺസ്റ്റന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ കേസ് 1 എന്നെടുത്തു ഫസ്റ്റ് കേസിൽ, കേസ് 1. ദെൻ dt2 is equal to, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 94ൽ നിന്ന് 86ലോട്ട്. അപ്പോൾ എത്ര ടെമ്പറേച്ചർ ചേഞ്ച് വന്നു? 8 ഡിഗ്രി സെൽഷ്യസ് വന്നു. dt എന്ന് പറഞ്ഞാൽ സമയമാണ്, അത് 2 മിനിറ്റ് ആണ്. ഞാൻ ഇപ്പോൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ദെൻ T2 എന്ന് പറഞ്ഞാൽ ഈ T2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആവറേജ് ടെമ്പറേച്ചർ ആണ്. 94 പ്ലസ് 86 ഡിവൈഡഡ് ബൈ 2 is equal to 90 ഡിഗ്രി സെൽഷ്യസ് വരും. T1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റൂം ടെമ്പറേച്ചർ ആണ്. T1 is equal to 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ K വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 8/2 is equal to K into 90 minus 20 വരും. അങ്ങനെ 4 is equal to K into 70 വരും. Then K is equal to 4/70 വരും. അതായത് 2/35 വരും. K വാല്യൂ എന്ന് പറയുന്നത് 2/35 വരും. നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2, അതായത് കേസ് 2ലുള്ള dt2 എത്രയാണ്? അത് 71ൽ നിന്ന് എത്രയാക്കി കുറഞ്ഞു? 69 ആക്കി കുറഞ്ഞു. അപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉള്ള ടെമ്പറേച്ചർ ചേഞ്ച്. ദെൻ dt എന്ന് പറയുന്നത് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ T2 എന്ന് പറയുന്നത് എത്രയാണ്? 71 പ്ലസ് 69/2, അതായത് എത്ര വരും? അത് 70 ഡിഗ്രി സെൽഷ്യസ് വരും. 70 ഡിഗ്രി സെൽഷ്യസ് വരും. T1 എന്ന് പറയുന്നത് യാതൊരു വ്യത്യാസമില്ല. T1 എന്ന് പറയുന്നത് എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ് തന്നെ. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം?
2/dt is equal to k value 2/35 into 70 minus 20. അപ്പോൾ ഈ ടൂവും നമുക്ക് വെട്ടിക്കളയാം. മിനിറ്റിൽ ഇട്ടത് അതുകൊണ്ടാണ്, ഈ മിനിറ്റിൽ ഞാൻ ഇട്ടത് അതുകൊണ്ടാണ്. ദെൻ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? 7 ഈ 35 ഇവിടെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 50 വരും. ആ 50 വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ 35 ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 50 ആക്കി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 35 ഇവിടെ വെട്ടിക്കളയാം, 50 വെട്ടിക്കളയാം, 10 വെട്ടിക്കളയാം, ഇവിടെ 7 വെട്ടിക്കളയാം. ഇങ്ങനെയാണ് ഞാൻ ഇവിടെ 7 ഞാൻ ഇവിടെ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ. യെസ്, ഇതാണ് 2/dt ഈസ് ഈക്വൽ ടു 2/35 into 50 വരും. ഓക്കെ, ദെൻ എന്ത് വരും? വെട്ടിക്കളഞ്ഞ് 50 5 10 വട്ടം, 55 5 7 വട്ടം അല്ല, 5 7 വട്ടം. ഓക്കെ, ദെൻ എന്ത് വരും? ഇത് ഇൻവേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻവേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2ഉം ഈ 10ഉം വെട്ടിക്കളയാൻ പറ്റും, അല്ല ഈ 2ഉം വെട്ടിക്കളയാൻ പറ്റും. എന്ത് വരും? യെസ്, ഡി ടി ഈസ് ഈക്വൽ ടു 7 ഇൻവേഴ്സ് ഇടുമ്പോൾ 7/10 എന്ന് വരും. അതായത് 0.7 മിനിറ്റ്. മിനിറ്റിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.7 into 60 ചെയ്യണം. അതായത് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 42 സെക്കൻഡ്. ഓക്കെ, 42 സെക്കൻഡ് ആയത് ഞാൻ മുമ്പ് ചെയ്തപ്പോൾ കിട്ടിയായിരുന്നേ, അതെന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, 42 സെക്കൻഡ് വരും ടൈം എന്ന് പറയുന്നത്. എനിക്ക് 42 സെക്കൻഡിലാണ് ആ ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിക്കുന്നത്. ഇത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അത് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ കുറച്ച് ടഫായി വന്നിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. ദെൻ നമ്മുടെ 11th ചാപ്റ്ററിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ തെർമോഡൈനാമിക്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. അറിയാവുന്ന 2 ഡെറിവേഷൻസ് ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെറിവേഷൻസ്. ഇത് പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോവേ ചെയ്യരുത്. എന്താണ്? സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. Then first law of thermodynamics correspond to conservation of dash. അതും എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു? ഇന്റേണൽ എനർജി ചേഞ്ചിനും ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെൽറ്റ ക്യൂ, ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു? ഇന്റേണൽ എനർജി ചേഞ്ചിനും വേണ്ടി, ദെൻ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ എഴുതാം. എന്താണ്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു വർക്കിന് പകരം ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് കൂടെ കൊടുക്കാം. ഓക്കെ, പി എന്ന് കൂടെ കൊടുക്കാം. ദെൻ എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിന്റെ കൺസർവേഷൻ ആണ് പറയുന്നത്? അത് എനർജി. ഓക്കെ, എനർജിയുടെ കൺസർവേഷൻ ആണ്. എനർജിയുടെ കൺസർവേഷൻ ആണ്. ദെൻ അടുത്ത ചോദ്യം എന്താ? ഡിറൈവ് ദ റിലേഷൻ സി പി മൈനസ് സി ബി ഈസ് ഈക്വൽ ടു ആർ. മേയേഴ്സ് റിലേഷൻ. Okay, where Cp and Cv are molar specific heat capacity of ideal gas, constant pressure at constant volume, R is the universal gas mass. Then why Cp is greater than Cv? എന്തുകൊണ്ടാണ് Cp greater? ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഡെറിവേഷൻ ചെയ്ത് തീർക്കാം. റിലേഷൻ ബിറ്റ്വീൻ Cv, Cp ആൻഡ് R, അതായത് മേയേഴ്സ് റിലേഷൻ. ഞാൻ നമ്മുടെ എന്തെടുക്കുന്നു? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ W. അതായത് ഡെൽറ്റ യു നമുക്ക് എങ്ങനെ കൂടെ എഴുതാം? ഡെൽറ്റ ക്യൂവിന് നമുക്ക് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് കൂടെ എഴുതാം. ഓക്കെ, ഈ എന്താണ് പറയാ ക്യൂവിനെ, ഓക്കെ, ഈ ഡെൽറ്റ ക്യൂവിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ അതിനെ എങ്ങനെ വന്നേ? സി പി ഈസ് ഈക്വൽ ടു 1/n into specific heat capacity, sorry, molar heat capacity at constant pressure. Okay, 1/n into delta Q by delta T. ഇവിടെ നിന്നാണ് നമ്മൾ ഇതിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെൽറ്റ ക്യൂവിന് പകരം എന്ത് എഴുതാം? സി പി ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇക്വേഷൻ നമ്പർ 2 ആണ്, ഇക്വേഷൻ നമ്പർ 3 ആണ്. ദെൻ സി പി ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യാം? ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 അവിടെ എഴുതി വെച്ചു. അവിടെ എഴുതി വെച്ചു, അണ്ടർലൈൻ ഇട്ട് വെച്ചു. ശരി.
ദെൻ നമുക്കറിയാം എന്താണ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. ഇവിടെയുള്ള പി ഡെൽറ്റ വി ഈക്വൽ ടു എന്ത് പറയാം, എൻ ആറിന് പകരം ആർ എന്നിന്റെ വാല്യൂ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെയും അതെ, എന്നിന്റെ വാല്യൂ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇവിടെ എന്നിന്റെ വാല്യൂ 1 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആർ ഡെൽറ്റ ടി എന്ന് വരും. ഇക്വേഷൻ നമ്പർ 5 ആണ്. ഇക്വേഷൻ നമ്പർ 6 ആണ്. ഓക്കെ, ദെൻ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും, പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. ഇക്വേഷൻ നമ്പർ 7. ഇതും നമ്മൾ അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 7 നമ്മൾ അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഇനി കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കാര്യത്തിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കാര്യത്തിൽ കോൺസ്റ്റന്റ് വോളിയം ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. വോളിയം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്തായിട്ട് പോകും, ഈ ടൈം മൊത്തത്തില് 0 ആയിട്ട് പോകും. ഓക്കെ, ടൈം മൊത്തത്തില് 0 ആയിട്ട് പോകും. ദെൻ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് വരും കോൺസ്റ്റന്റ് വോളിയത്തില്. ഓക്കെ, ദെൻ സി വി ഇസിക്കൽ ടു 1/n ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് നമുക്കറിയാം. എന്നിന്റെ വാല്യൂ 1 ആണ് എങ്കിൽ സി വി ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എന്ന് കിട്ടും. നമുക്ക് ഇട്ട് കൊടുക്കാം, സി വി ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ യു എന്നിട്ട് കൊടുക്കുന്നു. എത്രയാണ് ഇക്വേഷൻ? ഇക്വേഷൻ നമ്പർ 7 അവസാനം എഴുതിയായിരുന്നേ. ഇക്വേഷൻ നമ്പർ 8 ആണ്. ഇക്വേഷൻ നമ്പർ 9 ആണ്. ഇക്വേഷൻ നമ്പർ 10 ആണ്. ദെൻ എന്ത് മാറ്റം വരും, സി വി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 11. ഈ ഇക്വേഷൻ നമ്പർ 11ഉം ഇക്വേഷൻ നമ്പർ 7ഉം ഇക്വേഷൻ നമ്പർ 4ൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും, സി പി ഇസിക്കൽ ടു സി വി പ്ലസ് ആർ എന്ന് വരും. അതായത് സി പി മൈനസ് സി വി ഇസിക്കൽ ടു ആർ എന്ന് വരും. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 12. ഇക്വേഷൻ നമ്പർ 12. ഇതാണ് നമ്മുടെ മേയേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മേയേഴ്സ് റിലേഷൻ. പഠിച്ചു വെക്കണം. ഓക്കെ, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. യെസ്, കുറച്ചും കൂടി ഉള്ള ചോദ്യങ്ങൾ തീരുന്നത്. എക്സ്പ്ലെയിൻ ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിന് നമുക്ക് ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഐസോ എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആരായിരിക്കും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചു വെക്കാം. ദെൻ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. വാട്ട് ഇസ് ദ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്? അപ്പോൾ ഈ ഐസോതെർമൽ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയാം, നമ്മളത് ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറയും, എന്ത് പറയും? ഫ്രീസിംഗ് പോയിന്റ് പറയാം അല്ലെ. ദെൻ ബോയിലിംഗ് പോയിന്റ് പറയാം. വെള്ളം എപ്പോഴും വേപ്പർ ആവുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. വെള്ളം എപ്പോഴും ഏതൊക്കെ ടെമ്പറേച്ചർ വന്നോട്ടെ വെള്ളം ഐസ് ആകുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അവിടെ. ഓക്കെ, നമുക്ക് അപ്പൊ ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾ ആയിട്ട് ബോയിലിംഗ് പോയിന്റ് പറയാം, ബോയിലിംഗ് ഓഫ് വാട്ടർ പറയാം, ദെൻ ഫ്രീസിംഗ് ഓഫ് വാട്ടർ പറയാം. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ദെൻ ഈ ഐസോതെർമൽ പ്രോസസ്സിൽ തന്നെ നമുക്ക് ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. പി വി ഇസിക്കൽ ടു എൻ ആർ ടി എന്നുള്ള ജനറൽ ഇക്വേഷൻ അറിയാം. അതായത് ഈ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, എൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ എന്തായിരിക്കും, അതും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് പി വി ഇസിക്കൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയാം. ഈ പി വി ഇസിക്കൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയാം ഐസോതെർമൽ പ്രോസസ്സിൽ. ഓക്കെ, ദെൻ ഇവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ടൈമില് ഈ ഐസോതെർമൽ പ്രോസസ്സിന് ഏതാണെന്നുണ്ടെങ്കിൽ എന്ത് മാറ്റം വരാം, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന പറഞ്ഞ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ഇന്റേണൽ എനർജി ചേഞ്ചിനും വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട്, ഇന്റേണൽ എനർജി ചേഞ്ചിനും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആയിരിക്കും. ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും, ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ,
ഇവിടെ ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ ഡബ്ല്യു എന്ന് വരും. ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ആ ഒരു കാര്യത്തിന്. ദെൻ അടുത്ത ചോദ്യം എന്താ? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. വർക്ക് ഡണിനുള്ള ജനറൽ ഇക്വേഷനും ഡിറൈവ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സ്ഥലം ഉണ്ടാക്കാൻ ചാൻസ്. ഓക്കെ, ഞാൻ ഈ സ്ലൈഡ് മാച്ച് കളയാണ്. സ്ലൈഡ് മാച്ച് കളയാണ്. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. പഠിച്ചു വെക്കുക. ഇത് മാച്ച് കളയുന്നു. ദെൻ ബി നമുക്കറിയാം, പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണ് ഇക്വേഷൻ നമ്പർ 1. ദെൻ പി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ഡിവൈഡഡ് ബൈ വി ആണ് ഇക്വേഷൻ നമ്പർ 2. ദെൻ വർക്കിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് v1 ടു v2 വി ഡി വി ആണ് ഇക്വേഷൻ നമ്പർ 3. ഈ പിക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് v1 ടു v2 എൻ ആർ ടി ഡിവൈഡഡ് ബൈ വി ഡി വി ഇക്വേഷൻ നമ്പർ 4. ഈ എൻ ആർ ടി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വാല്യൂസിനെ പുറത്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് v1 v2 1 ബൈ വി ഡി വി ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ഇക്വേഷൻ നമ്പർ 5. ദെൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്ത് വരും? എൻ ആർ ടി ഇന്റഗ്രൽ ഓഫ് 1 ബൈ വി എന്ന് പറയുന്നത് അത് ലോഗ് വി ആണ്. ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു v1 ടു v2 ഇക്വേഷൻ നമ്പർ 6. ഇക്വേഷൻ നമ്പർ 6. ലിമിറ്റ് അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് അകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് മാറ്റം വരാം? ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൻ ആർ ടി ഇൻറ്റു ലോഗ് v2 മൈനസ് ലോഗ് ഓഫ് v1 എന്ന് വരും ഇക്വേഷൻ നമ്പർ 7. ഇത് ലോഗ് എ മൈനസ് ബി ആ ഒരു ഫോമിലൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൻ ആർ ടി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ഇൻറ്റു ലോഗ് v2 ബൈ v1 ലോഗ് എ ബൈ ബി എന്ന് പറയുന്ന ഫോമിലോട്ട് തന്നെ മാറ്റിയിരുന്നു ഇക്വേഷൻ നമ്പർ 8. ഇത് നാച്ചുറൽ ലോഗരിതമാണ്. ഇതിന് കോമൺ ലോഗരിതത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൻ ആർ ടി 2.303 ലോഗ് v2 ബൈ v1 ഇക്വേഷൻ നമ്പർ 9. ഇക്വേഷൻ നമ്പർ 9. ഇതാണ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ദെൻ വേറെ ചോദ്യം കൂടെ അതിൽ ബാക്കി ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ്? ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എത്രയായിരിക്കും? എന്താണ്? അത് 0 ആണല്ലേ. ഓക്കെ, ഐസോകോറിക്കില് എന്താണ്? ഐസോകോറിക്കിന്റെ കാര്യത്തിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും അല്ലെ? 0 ആയിരിക്കും. ദെൻ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അറിയാം. ഈ പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ആണ്. ഓക്കെ, അപ്പോ ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആയി പോയി. ഈ ടൈം മൊത്തത്തിൽ 0 ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ യാതൊരു വർക്കും ചെയ്യുന്നില്ല. ഓക്കെ, ഇത് എന്റെ ഉത്തരം എന്തായിരിക്കും? 0 ആണ്. ഓക്കെ, 0 ആണ്. അതും എന്ത് ചെയ്യാം? പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ദെൻ എന്താണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ്. ദ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം വിച്ച് പ്രോസസ് ദ സിസ്റ്റം അണ്ടർഗോ. നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? വലിയൊരു ഡെറിവേഷൻ ആണല്ലോ. നീണ്ടത് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഡെറിവേഷൻ ആണ്. കുറച്ചധികം സ്റ്റെപ്സ് വരുന്നുണ്ട് അവിടെ. ഓക്കെ, നമുക്ക് നാളെ പഠിക്കാം. 9 മണി ആവാറായി. അപ്പൊ ഞാൻ ജസ്റ്റ് എന്താണ് അഡയബാറ്റിക് പ്രോസസ് എന്താണെന്ന് പറയാം. ഓക്കെ, അഡയബാറ്റിക് പ്രോസസ് എന്താണ്? അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സിസ്റ്റത്തിന്റെ അകത്തോട്ടോ പുറത്തോട്ടോ എന്ത് നടക്കില്ല? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ഓക്കെ, അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ അകത്തോട്ടോ പുറത്തോട്ടോ എന്ത് നടക്കില്ല? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ദെൻ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ്. അപ്പൊ അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? അഡയബാറ്റിക് പ്രോസസ്സിനെ പി വി റൈസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ
കോൺസ്റ്റന്റ് എന്ന് പറയാം. ഗാമ എന്ന് പറഞ്ഞാൽ എന്താ, അത് സി പി ബൈ സി വി ആണ്. ഓക്കെ, സി പി ബൈ സി വി ആണ്. ഓക്കെ, ദെൻ ഡെറിവേഷനോട് കിടക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ നാളെ പറയാം, കുറച്ച് ലെങ്തി ആണ്, 5-6 പേജ് ഉണ്ട്. അതിന് മുന്നേ ഞാൻ നമ്മുടെ കാർനോട്ട് എഞ്ചിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു നോക്കിയാൽ കുഴപ്പമില്ലല്ലോ. നാളെ ഈ ഡെറിവേഷൻ മാത്രം എത്താൻ മതി നോക്കി. യെസ്, എന്താണ് കാർനോട്ട് എഞ്ചിൻ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്? സോഴ്സ് ഉണ്ട്, സിങ്ക് ഉണ്ട്, കോൾഡ് റിസർവോയർ ഉണ്ട്. കോൾഡ് റിസർവോയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സിങ്കും സോഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്തൊരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ആണ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനും വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. ഐഡിയൽ ആയിരിക്കും, ശരിക്കും യഥാർത്ഥത്തിൽ ഇല്ല. പിന്നെ വർക്കിംഗ് പഠിച്ചു വെക്കാം. അതായത് 4 steps ഓപ്പറേഷൻ ഇൻ കാർനോട്ട് സൈക്കിൾ. അല്ലെ 4 steps പഠിച്ചു വെക്കണം. ദെൻ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ. എന്റെ എക്സ്പ്രഷനും എഴുതി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർനോട്ട് എഞ്ചിൻ ഇസ് ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ സജാസ് എഞ്ചിൻ കനോട്ട് ബി റിലീസ്ഡ് ഇൻ പ്രാക്ടീസ്. ഇതൊരിക്കലും പുറത്തോട്ട് ഇറക്കാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ എന്താണ് നമ്മുടെ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഉണ്ട്. ഈ സോഴ്സിന്റെ മുകളിൽ ഒരു സിലിണ്ടർ കൊണ്ടുവയ്ക്കുകയാണ് നമ്മൾ. ഈ ഒരു സിലിണ്ടർ കൊണ്ടുവയ്ക്കുകയാണ്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് കയറുമ്പോൾ ഈ സിലിണ്ടർ എങ്ങോട്ട് പോകും? മുകളിലോട്ട് പൊന്തി 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 പോകും. ഇതിനാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കേസിൽ എന്താണ്? അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണ്. അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. സ്റ്റിൽ ഈ പിസ്റ്റൺ മുകളിലോട്ട് പൊന്തി 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 പോകുന്നുണ്ട്. അതിനാണ് അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കുന്നത്? കേസ് 3 സിങ്കിന്റെ മുകളിലാണ് കൊണ്ടുവയ്ക്കുന്നത്. സിങ്ക് എന്ന് പറഞ്ഞാൽ കോൾഡ് ഭാഗമാണ്, തണുത്ത ഭാഗമാണ്. അപ്പോൾ മുകളിലോട്ട് പൊന്തി പോയ പിസ്റ്റൺ എന്ത് ചെയ്യും? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ചൂടുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ പിസ്റ്റൺ താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. ദെൻ നമ്മൾ തിരിച്ച് വീണ്ടും എന്തിലോട്ട് കൊണ്ടുവയ്ക്കുന്നു? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലോട്ട് കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ വീണ്ടും അവിടെ എന്ത് തന്നെയാണ് നടക്കുന്നത്? അഡയബാറ്റിക് കംപ്രഷൻ ആണ് നടക്കുന്നത്. കംപ്രസ് ചെയ്ത് തന്നെ പോകും. അപ്പൊ ഇതാണ് കാർനോട്ട് സൈക്കിളുള്ള 4 സ്റ്റേജസ്. ഇത് നമ്മളൊരു എന്തായിട്ട് വരയ്ക്കുന്നു? ഒരു PV ഡയഗ്രാം ആക്കി വരയ്ക്കുന്നു. പ്രഷർ വോളിയം ഡയഗ്രാം ആക്കി നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് കേസിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. Q1 ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. P1 T1 ആണ് ഫസ്റ്റ് ഇതില്. ദെൻ അതെങ്ങോട്ട് മാറിയപ്പോ ഇപ്പുറത്തോട്ട് എത്തിയപ്പോ പ്രഷർ മാറി, വോളിയം മാറി, പക്ഷെ ടെമ്പറേച്ചർ മാറിയിട്ടില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് തന്നെ. ദെൻ അഡയബാറ്റിക് എക്സ്പാൻഷനിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. നോ ഹീറ്റ് ട്രാൻസ്ഫർ. ദെൻ പ്രഷർ മാറും, വോളിയം മാറും, ടെമ്പറേച്ചർ മാറുന്നുണ്ട്. P3 V3 T2. ദെൻ ഐസോതെർമൽ കംപ്രഷനിൽ ഇവിടെയും എന്ത് നടക്കുന്നുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ മാറും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോതെർമൽ കംപ്രഷനിലെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ T2 തന്നെ, ഈ T2 തന്നെ അവിടെ T2. പക്ഷെ പ്രഷറും വോളിയം ചേഞ്ച് ആകും. വീണ്ടും പഴയ സ്ഥിതിയിലോട്ട്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ സൈക്കിളിന്റെ പെഡൽ ചവിട്ടുന്നത് എങ്ങനെയാണ്? ചവിട്ടിയ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തുന്നു അല്ലെ? അപ്പൊ അതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ദെൻ കുറച്ച് ഈ സ്റ്റെപ്സ് 4 എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ചിലപ്പോൾ 1 വേർഡ്സ് ആയിട്ട് ചോദിക്കാം. ദെൻ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ എക്സ്പാൻഷൻ W1 is equal to nRT1 to not 3 log നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? V2 by V1, ഇക്വേഷൻ നമ്പർ 1. ദെൻ വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് എക്സ്പാൻഷൻ, അത് നമ്മൾ ഡെറിവേഷൻ ചെയ്തിട്ടില്ല. ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാം. ആ ഡെറിവേഷൻ നമുക്ക് കിട്ടുന്നതാണ് W2 is equal to NR by gamma minus 1 T1 minus T2, equation number 2. Equation number 2. Then work done in isothermal compression. Isothermal compression ആകുമ്പോൾ W3 is equal to negative. ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും പഠിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. സ്റ്റെപ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓരോ സ്റ്റെപ്പിലും ഉണ്ടാകുന്ന വർക്ക് ഡണ്ണിന്റെ ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി എത്രയാണെന്നുള്ളത്. ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. nRT2 to 303 log എന്ത് വരും? V4 by V3 വരും. ഓക്കെ, V4 by
v3 വരും. ദെൻ ഈ നെഗറ്റീവ് സൈൻ ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? w3 is equal to nRT 2.303 log v3 by v4 വരും. Okay, v3 by v4 വരും. ഇക്വേഷൻ നമ്പർ 3. ദെൻ ഇവിടെ അതുപോലെ തന്നെ w4 is equal to എന്താണ്? നെഗറ്റീവ് nr by ഗാമ മൈനസ് 1 വരും. അതായത് t2 മൈനസ് t1. ഇതിനെ നമ്മൾ മൈനസ് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ എന്തോ വ്യത്യാസം വരും? w4 is equal to nr by ഗാമ മൈനസ് 1 is equal into t1 മൈനസ് t2. ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇതാണ് അവിടെയുള്ള വർക്ക് എന്ന് പറയുന്നത്. എല്ലാ വർക്കും ഓരോന്നും പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ. എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഈറ്റ ഇസ് ഇക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1. ഓക്കെ, അപ്പൊ നമുക്ക് ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് nRT2 203 log v3 by v4 divided by എന്ത് വരും? nRT1 2.303 log v2 by v1. കുറെ കാര്യങ്ങൾ വെട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. ഇതാണ് കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് പഠിച്ചു വെക്കണം. ദെൻ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും ദെൻ ഇതിന്റെ ഒരു പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നാളെ പറയാം. രണ്ട് സ്ലൈഡ് ബാക്കിയുള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ തീർന്നു. ഓക്കെ, നമ്മള് ഓൾമോസ്റ്റ് സ്ലൈഡ് ഈ ഒരു ചാപ്റ്ററിൽ തീർന്നു. യെസ്, അതാടാ സ്റ്റെഫിൻ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നേ ഓരോ സ്റ്റെപ്പിലുള്ളതും. ഓക്കെ, ദെൻ എക്സ്പ്രഷൻ കഴിഞ്ഞു, വർക്കിംഗ് കഴിഞ്ഞു. നമുക്കുള്ളത് നമ്മുടെ അഡയബാറ്റിക് ഇതാണ് എടുക്കാം. ഓക്കെ, നാളെ പഠിക്കാം, എല്ലാവരും പഠിക്കാം. ദെൻ 3 ചാപ്റ്റർ കൂടെ നമുക്ക് പെൻഡിങ് ഉള്ളൂ. 12, 13, 14. ആകെ 3 ചാപ്റ്റർ പെൻഡിങ് ഉള്ളൂ. കുറച്ച് ലെങ്തി ആണ് തോന്നുന്നു. കുഴപ്പമില്ല, നാളെ 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സി യു. വൈകിക്ക് എന്തോ വൈകി പോയോ? കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സി യു. പഠിക്കുക. നാളെ തൊട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. നാളെ ഫുൾ കാമായിട്ടിരിക്കുക. ജസ്റ്റ് വായിച്ചൊക്കെ വേണ്ടി മാത്രം ബാക്കി വയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, എക്സാമിന് തൊട്ട് മുന്നേ കുറെ വായിച്ചൊക്കെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പോകും. ജസ്റ്റ് ഓടിച്ച് വായിച്ചൊക്കെ രീതിക്ക് സെറ്റ് ചെയ്ത് വെക്കാം മൈൻഡൊക്കെ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സി യു. കാണാം. ഓക്കെ, ശരി.